സോ നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഫസ്റ്റ് നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ഹോൾ ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബേസിക്കലി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒന്നോ ഒന്നിലധികമോ സോഴ്സ് ചാർജസും ദെൻ ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദിസ് ചാർജസ്. ഓക്കെ, അപ്പം ഇതിനൊരു പൊസിഷനുണ്ട്. ഓക്കെ, ഒരു R1 ഓക്കെ ആൻഡ് R2 എന്ന് പറയുന്ന രണ്ട് പൊസിഷനുണ്ട്. ആൻഡ് അത് കാരണം ഓക്കെ ഇതിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു ഫോഴ്സ് ഇതിനിടയ്ക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ട്രജക്ടറി ഓഫ് ദിസ്, അതിനെ ഞാൻ R എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ട്രജക്ടറി എന്തായിരിക്കും, ഓർ വാട്ട് ഹാപ്പൻസ് ടു ദ ടെസ്റ്റ് ചാർജ് എന്നുള്ളതാണ് ഹോൾ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ഉദ്ദേശമെന്ന് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ Q1 Q2 എന്ന് പറയുന്നത് മൂവ്മെൻറ്റിലാണെങ്കിൽ വാട്ട് ഇഫ് ദിസ് Q1 ഈസ് മൂവിങ് ആൻഡ് ദിസ് ഹാസ് എ വെലോസിറ്റി V. ഓക്കെ, രണ്ടിനും ഒരു V1 V2 വെലോസിറ്റി ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മുടെ ടെസ്റ്റ് ചാർജിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഓക്കെ, അതാണ് ഹോൾ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ക്വസ്റ്റ്യൻ. പക്ഷേ നമുക്ക് വളരെ പെട്ടെന്ന് അതിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു ബ്രാഞ്ചായിട്ട് എടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് എന്നെടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എന്ത് അസ്യൂം ചെയ്തു, ഇറ്റ്സ് വെലോസിറ്റി, ഇതിനിടയ്ക്കുള്ള റിലേറ്റീവ് വെലോസിറ്റീസ് അല്ലെങ്കിൽ ഇതിൻ്റെ സോഴ്സ് ചാർജ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ എടുത്തിട്ട് ദേ ആർ ഫിക്സ്ഡ് എന്നെടുത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സ്പെഷ്യൽ, അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ മൊത്തത്തിൽ പറയുമ്പോൾ അതിനകത്തൊരു സ്പെഷ്യൽ കേസാണ്. നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഇഫ് Q1 ആൻഡ് Q2 ആർ മൂവിങ് എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അത്തരം ഒരു കേസിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് വാട്ട് ഇഫ് ദ ചാർജസ് ആർ മൂവിങ്. ഓക്കെ, അപ്പോൾ ചാർജ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ എവിടെ നോക്കുന്നത്, ഈ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ ഗ്രിഫിത്തിൽ തുടങ്ങുന്നത് ഇറ്റ് ഈസ് വിത്ത് എ പർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അതായത് ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ്. അതായത് സേ യു ഹാവ് 2 കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ആ കണ്ടക്ടറിൽ അങ്ങനെ ഞാൻ അതിനകത്ത് എക്സാക്റ്റ് ഫിഗർ വരയ്ക്കുന്നില്ല. യു ഹാവ് 2 കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. അതിലൊന്നിൽ എന്ത് ചെയ്യുന്നു, കറണ്ട് പോകുന്നത് ദേ ആർ പാരലൽ. ഓക്കെ, അതായത് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്, ഇവിടെയും ഈ ഡയറക്ഷനിലാണ്. അതേപോലെ വേറൊരു സെറ്റ് ഓഫ് ഒരു പെയർ ഓഫ് ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പോകുന്നത് ദേ ആർ ആൻറ്റി പാരലൽ. അപ്പം ഒരു പാരലൽ സെറ്റ് ഓഫ് കറണ്ട്സും ദെൻ ആൻറ്റി പാരലൽ സെറ്റ് ഓഫ് കറണ്ട്സും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇഫ് ദേ ആർ പാരലൽ, ഓക്കെ, ദേ വിൽ അട്രാക്റ്റ്. ഓക്കെ, അതായത് സംഭവിക്കുന്നത് നിങ്ങൾ ഇതേ ഗ്യാപ്പിൽ ചെയ്താലും നിങ്ങൾ കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ദേ വിൽ ടെൻ ടു അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ഈ 2 പോയിന്റ് ഫിക്സ്ഡ് ആണെങ്കിൽ ഇതിങ്ങനെ അട്രാക്ട് ചെയ്യും. അതേപോലെ ഇഫ് ദേ ആർ ആൻറ്റി പാരലൽ ദേ വിൽ റിപ്പൽ. ഓക്കെ, അപ്പം ഹൗ വിൽ വി എക്സ്പ്ലെയിൻ ദിസ്. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഗ്രിഫിത്തിൽ അങ്ങനെയാണ് പറയുന്നത്, ഫസ്റ്റ് ഈ എക്സ്പെരിമെൻറ്റ് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇതിനകത്തൂടെ പോകുന്നത് എന്താണ്, കറണ്ടാണ്. ദാറ്റ് മീൻസ് ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ദേ ആർ സം ചാർജസ് ആണല്ലോ. എന്തായാലും Q ഫ്ലോ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഒരു കറണ്ട് എന്ന് വിളിക്കുന്നത്. അതേ Q തന്നെ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു വിചാരിക്കുക. സോ ഹിയർ ഈസ് എ Q. ഈ Q തമ്മിൽ എന്ത് ചെയ്യാം, റിപ്പൽ ചെയ്തിട്ട് ഇതാകന്ന് നിൽക്കാം. പക്ഷേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ആ എക്സ്പ്ലനേഷൻ കൊണ്ട് ഇവിടേക്ക് വന്നാലുള്ള പ്രശ്നം എന്താണ്, നിങ്ങൾക്കത് പറ്റില്ല. കാരണം ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു Q ഇതിനകത്തൂടെയും പോകുന്നുണ്ട്, ഇതിനകത്തൂടെയും പോകുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവിടെ അട്രാക്ട് ചെയ്യുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈവൻ ദോ ഇതിനെ നമ്മൾ Q എന്നെടുത്താലും ആസ് എ ഹോൾ ഈ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴും എന്ത് തന്നെയാണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരിക്കലും ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാൻ പറ്റില്ല. വേറൊരു രീതിയിൽ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ കയ്യിലൊരു കണ്ടക്ടറുണ്ട്, സേ ഒരു ബൾബിലേക്ക് പോകുന്ന ഒരു വയറാണെന്ന് വിചാരിക്കുക. അതിനടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന ഒരു ചാർജ് കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. ഒരു റെസ്റ്റിലൊരു ചാർജ് Q1 കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ് ഈ അട്രാക്ഷനും റിപ്പൽഷനും കാരണമാകുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് നോക്കുമ്പോൾ അട്രാക്ട് ചെയ്യാനും റിപ്പൽ ചെയ്യാനും മാറിയും തിരിഞ്ഞും കഴിവുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അപ്പം അങ്ങനെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ് ഉണ്ടെങ്കിൽ
എന്ത് ചെയ്യണം, അത് ഈ Q1 എന്ന് പറയുന്ന ചാർജിനെയും അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ ചെയ്യേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം എവിടെ നടക്കുന്നില്ല, ഈ കേസിൽ നടക്കുന്നില്ല. സോ അവിടെ വെച്ച് നമ്മൾ എന്ത് പറയാണ്, ഹിയർ ഇറ്റ് എക്സ്പീരിയൻസ് സം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്നത് മറ്റൊരു തരത്തിലുള്ള ഫോഴ്സാണ് എന്ന്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ നേച്ചർ അല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഫോഴ്സിനെ നമ്മളിവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് എ ന്യൂ ഫീൽഡ്, അല്ലെങ്കിൽ പുതിയൊരു കൈൻഡ് ഓഫ് ഫീൽഡിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അല്ല, ഇതിന് കോസ് ചെയ്യുന്ന, അതായത് നേരത്തെ പറഞ്ഞ പോലെ E ആണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് എങ്കിലും ഫോഴ്സ് എന്ന് പറയുന്നത് ഇതല്ലല്ലോ. എഫ് എന്തായിരുന്നു, ദാറ്റ് Q ഇൻറ്റു E ആയിരുന്നു. ഓക്കെ, അപ്പം ആ ഫോഴ്സിന് കോസ് ചെയ്യുന്ന, അതായത് ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം, അതിനെ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവാൻ കാരണമായ ഒരു ഫീൽഡിനെ ഞാൻ ഡിഫൈൻ ചെയ്തതുപോലെ ഇവിടെ ഇവ തമ്മിൽ അട്രാക്ട് ചെയ്യാൻ ദർ ഈസ് എ ഫോഴ്സ്. ഓക്കെ, അവിടെ ഒരു സം അൺനോൺ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് വി ഡിഫൈൻ ദാറ്റ് ഫോഴ്സ് ആസ്, ഫോഴ്സ് എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല, ആ ഫോഴ്സ് ഉണ്ടാക്കുന്നത്, ദ കോസ് ഓഫ് ദാറ്റ് ഫോഴ്സ് ഈസ്, അതിൻ്റെ എക്സ്പ്രഷൻ അത്ര സിമ്പിൾ അല്ല, അതുകൊണ്ടാണ് ആ എക്സ്പ്രഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം കോസ് ഓഫ് എഫക്ട്സ്, ദാറ്റ് അട്രാക്റ്റീവോ റിപ്പൾസീവോ ആയിട്ടുള്ള ആ ഫോഴ്സിൻ്റെ കാരണം ഒരു പുതിയ കൈൻഡ് ഓഫ് ഫീൽഡാണ്. ആൻഡ് വി കോൾ ഇറ്റ് ആസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫോഴ്സിന് കാരണമായതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് കാരണമാകുന്നു, മാഗ്നറ്റിക് ഫോഴ്സിന് കാരണം. ആ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനോ സാധനങ്ങളൊന്നും പറഞ്ഞില്ല. ആൻഡ് വി റെപ്രസെൻറ്റ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ബൈ ദ ലെറ്റർ B. ഓക്കെ, ആൻഡ് നമ്മൾ ഓൾറെഡി ഒരു പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെക്കാട്ടിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമാണ്, നമുക്ക് ഫ്രം ദ ചൈൽഡ്ഹുഡ് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള, ഡിറ്റക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സാധനം എന്താണ്, ഇറ്റ് ഈസ് എ കോമ്പസ്, അല്ലേ? ഒരു കോമ്പസ് ബോക്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കോമ്പസ് ബോക്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കോമ്പസ് ബോക്സ് വർക്ക് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിക്കും. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പം എർത്തിലാണ് അതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എങ്ങോട്ട് പോയിൻ്റ് ചെയ്യും, വേറെ എക്സ്റ്റേണൽ ഫീൽഡ്സ് ഒന്നും ഇല്ലെങ്കിൽ എർത്തിൻ്റെ ഫീൽഡ് കാരണം അതെപ്പോഴും നോർത്തിലേക്ക് പോയിൻറ്റഡ് ആയിരിക്കും. പക്ഷേ ഞാനൊരു ഒരു ബാർ മാഗ്നറ്റ് അതിനടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇതെന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇതിന് നേരെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പം ഒരു ചെറിയ ബാർ മാഗ്നറ്റ് മതി എന്തിനു വേണ്ടിയിട്ട്, ഒരു എർത്തിൻ്റെ ഫീൽഡിനെ ഓവർകം ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനർത്ഥം ഒരിക്കലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആക്ച്വലി എർത്തിൻ്റെ ഫീൽഡ് ഇങ്ങോട്ടുണ്ട്, നിങ്ങൾ കൊടുത്ത മാഗ്നറ്റിൻ്റെ ഫീൽഡ് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ട് ഫോഴ്സസ് ആയിട്ട് അതിനെ നിങ്ങൾ അസ്യൂം ചെയ്താൽ ഇതിൻ്റെ ഒരു റിസൾട്ടൻറ്റിലൊന്നും അല്ല മാഗ്നറ്റ് നിൽക്കുക. ഒരു ചെറിയ മാഗ്നറ്റ് കൊണ്ടുവയ്ക്കുമ്പം തന്നെ അതിൻ്റെ എക്സാക്ട്ലി അതേ ഡയറക്ഷനിലേക്ക് വരും. കാരണം എന്താണ്, ഈ എർത്ത് കൊടുക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി ഫീബിൾ, ഒരു ഫീബിളായിട്ടുള്ളൊരു ഫീൽഡാണ് എർത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് ആണ് നമുക്ക് ജസ്റ്റ് ഒരു മാഗ്നറ്റിൻ്റെ തന്നെ ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒരു കോമ്പസ് വെച്ചിട്ട് നമുക്ക് പറ്റുന്നത്, അല്ലെ? ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതൊരു വെക്ടർ സമ്മായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്. അതായത് എർത്തിൻ്റെ ഫീൽഡ് വളരെ 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 ടൈനിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് B ആണ് ഇതിന് കാരണമാവുന്നത്. ആൻഡ് ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാവുന്ന ഫോഴ്സിനെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ അതിനൊരു നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാം, ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ദെൻ അതിനകത്തേക്ക് ചാർജ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, അതായത് ചാർജിൻ്റെ ഫ്ലോ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണെങ്കിൽ ഓക്കെ, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങളിങ്ങനെ ഒരു അങ്ങനെ പറയാം. അപ്പം ഇത് ഞാൻ അടുത്ത ദിവസം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇന്നത് ചെയ്യാൻ പറ്റില്ല. സോ അതായത് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ക്യാൻ ഡിറ്റക്ട് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഇവിടെ ഉണ്ടായത് ഒരു മാഗ്നറ്റിക് ഫീൽഡാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി, വി നീഡ് ഓൺലി എ കോമ്പസ്. അപ്പം നിങ്ങൾക്കറിയാം, ഓയിസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അയാളുടെ ടേബിളിൻ്റെ താഴെ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിന് മുകളിൽ വെച്ച കോമ്പസ് എന്ത് ചെയ്യുന്നതായിട്ട് കണ്ടു, ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഒരു കണ്ടക്ടറിനടുത്ത് കോമ്പസ് വെച്ചാൽ അത് മൂവ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. അപ്പം എപ്പോഴും ഇതിനകത്ത് കുറേ വെക്ടർ ഡയഗ്രാംസ് വരും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വെക്ടറിൻ്റെ കേസിൽ നമുക്ക് വെക്ടർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അതായത് പെർപെൻഡിക്കുലർ, അതായത് ഇറ്റ് ഈസ് ടുവേർഡ്സ് യു ആൻഡ് എവേ ഫ്രം യു അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് ബോർഡിന് പെർപെൻഡിക്കുലർ ആണോ ആയിട്ടുള്ള ഫീൽഡുകളെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ 2 സിമ്പിൾസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ചിലപ്പോൾ സർക്കിൾ വരയ്ക്കില്ല, ഇൻറ്റു ഇട്ട് പോവും, ഓക്കെ, ഓർ ഡോട്ട്, ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയാണ് എഴുതുക, നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇത്രേ എടുത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഈ ബോർഡിൽ നിന്ന് ഇൻസൈഡിലേക്ക്, എവേ ഫ്രം യു പെർപെൻഡിക്കുലർ ടു ദ ബോർഡ്, അകത്തേക്ക് പോകുന്ന ഫീൽഡാണ് ഇത്, ഈ കാണുന്ന ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജസ്റ്റ് നിങ്ങളൊരു പിൻ എടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഇപ്പോൾ കുത്തിയാൽ അത് എങ്ങോട്ടിരിക്കുന്നോ, ഓക്കെ, പെർപെൻഡിക്കുലറിൽ കുത്തിയാൽ അകത്തോട്ട് കുത്തി വെക്കുന്ന അതേപോലെ ആ ഡയറക്ഷനാണ് എന്ത്, ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് വെക്ടർ ആയാലും ഇങ്ങനെ മാർക്ക് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, ഇൻ ടു ദ മൊബൈൽ സ്ക്രീൻ അല്ലെങ്കിൽ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. അതേപോലെ ഇതാണെങ്കിൽ ഇറ്റ് ഈസ് ടുവേഴ്സ് യു ഫ്രം ദ പ്ലെയിൻ ഓഫ് പേപ്പർ, അല്ലെങ്കിൽ പ്ലെയിൻ ഔട്ട് ഓഫ് ദ പേപ്പറാണ്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ നിങ്ങളുടെ ഇടത്തേക്ക് ടുവേർഡ്സ് യു മൂവ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ. ഓക്കെ, ഇത് നിങ്ങളിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആരോ ഹെഡായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഒരു ആരോ ഹെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനമാണ് അല്ലേ, ആൻഡ് ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ടാവും. ഓക്കെ, ആക്ച്വലി ഒരു ഇങ്ങനൊരു ഈ റോക്കറ്റിൻ്റെയൊക്കെ അതിനൊരു പേരുണ്ട് ഇങ്ങനെ വയ്ക്കുന്നതിന്, ഷുവർ, ഇങ്ങനൊരു കോൺ വയ്ക്കുന്നുണ്ടല്ലേ, അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് വെക്കുന്നൊരു സാധനമാണ്. നമ്മൾ ഈ ചെറിയ റോക്കറ്റ്സ്, വാട്ടർ റോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ഇത് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇത് അങ്ങോട്ടാണല്ലോ ഇത് പോകുന്ന ഡയറക്ഷൻ, ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണുക ഇങ്ങനെയായിരിക്കും. അതേപോലെ ഇതിൻ്റെ നേരെ മുന്നിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുക ഇങ്ങനൊരു ഡോട്ടായിരിക്കും. സോ നമ്മൾ അത്തരം ഫീൽഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ടാവും, ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇമാജിൻ ചെയ്യാം, സേ യു ഹാവ് എ കറണ്ട്. ഓക്കെ, ഒരു കറണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ഞാൻ വരച്ചു. ഓക്കെ, ഈ വരച്ചിരിക്കുന്നത് എന്താണ്, ആ വയർ, ആ കറണ്ട് ക്യാരിയിൻ കണ്ടക്ടറിൽ ഐ എന്ന് പറയുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനാണെന്ന് വിചാരിക്കുക. അപ്പം ഐ ഒരു വെക്ടർ ആണോ അല്ലേ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്, അത് നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. ഇനി ഇത്രയും മനസ്സിലാക്കുക, ഈ വയർ പോകുന്ന എവിടെ നിന്നാണ്, നിങ്ങളുടെ ആ ഫോണിൻ്റെ സ്ക്രീനകത്തേക്ക്, ഓക്കെ, എവേ ഫ്രം യു ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊരു എന്താണ്, ഒരു കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചു എന്ന് വിചാരിക്കും. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുക, ദ ഡയറക്ഷൻ ഓഫ് ദ കോമ്പസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങോട്ടിരുന്നു. അപ്പം കറണ്ട് പോകുന്നത് സേ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, വേറൊരു രീതിയിൽ കൂടി ഞാനത് പറയാം. സേ ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ ആൻഡ് ദിസ് ഈസ് ഇസഡ്. അപ്പം ഈ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇത് പ്ലെയിൻ അകത്തേക്ക് പോകുന്നതാണ്, ഇത് -x ഡയറക്ഷൻ, -x ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് പോകുന്നത് ഏത് ഡയറക്ഷൻ, ഈ -x ഡയറക്ഷനെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ -x ഡയറക്ഷനിലാണ് ആര് പോകുന്നത്, നമ്മുടെ കറണ്ട് പോകുന്നത്. പക്ഷേ ഞാനിവിടെ കോമ്പസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പോകുന്നത്, അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ YZ പ്ലെയിനിൽ ഇങ്ങോട്ടോ ആയിരിക്കും. ഓക്കെ, അതായത് ഇങ്ങനെ. അപ്പം ഇത് നിങ്ങളുടെ -x ആക്സിസ് ആണ് ഇതിനകത്തേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്ലെയിൻ, ഇപ്പം നമ്മുടെ ബോർഡ് നിൽക്കുന്ന പ്ലെയിൻ എന്ന് പറയുമ്പം YZ പ്ലെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ YZ പ്ലെയിനിൽ ഇതിങ്ങനെ നിൽക്കുന്നതാണ്. നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും, ഇവിടേക്ക് കൊണ്ടുവച്ചാൽ ഇതിങ്ങനെ വരും, ഇവിടെ കൊണ്ടുവച്ചാൽ ഇതിങ്ങനെ. സോ ഇത് ആക്ച്വലി സംഭവിക്കുന്നത് ഇറ്റ് എൻസർക്കിൾസ്. ഓക്കെ, എന്ത് ചെയ്യും, ഇതിന് ചുറ്റും ഇങ്ങനെ സർക്കുലാർ ഫോമിൽ ഇങ്ങനെ കറങ്ങി വരും ആണ് ചെയ്യുക. ഓക്കെ, ഇറ്റ് എൻസർക്കിൾസ് ദ വയർ. ഓക്കെ, വയറിനെ എന്ത് ചെയ്യാണ്, അത് എൻസർക്കിൾ ചെയ്യുക. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങളിതിന് ചുറ്റും വെക്കാമെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വെക്കാമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് കാണാൻ പറ്റും. അല്ലെങ്കിൽ 4 എണ്ണം ഇല്ലെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ മാറ്റി കൊണ്ടുപോയാൽ മതി. നമ്മൾ ഫീൽഡ് പണ്ട് മാപ്പ് ചെയ്ത പോലെ, +2 ബാർ മാഗ്നറ്റിൻ്റെ മാപ്പ് ചെയ്ത പോലെ നമുക്കിത് എക്സാക്ട്ലി മാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, അതായത് ഇതാണ് നിങ്ങളുടെ വയർ എന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, ഇതാണ് നിങ്ങളുടെ വയർ എന്നുണ്ടെങ്കിൽ ആ വയറിന് ചുറ്റും ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സേ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്, അതിനെ ചുറ്റിക്കറങ്ങി വരുന്ന രീതിയിലാണ്. സേ എനിക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, ഈ ഒരു കറക്കമാണ് ആക്ച്വലി എന്ത് കാണിക്കുന്നത്, ദിസ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ഹാൻഡ് കൊണ്ട് ആ വയറിനെ ഗ്രാബ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഗ്രാബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തമ്പ് കാണിക്കുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും,
ആൻഡ് നിങ്ങളുടെ കേൾഡ് ആയിട്ടുള്ള ഫിംഗർ അല്ലെങ്കിൽ കേൾഡ് ആയിട്ടുള്ള ഫിംഗർ തരുന്നത് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. നമ്മൾ ആ ഡയറക്ഷനൊക്കെ ഇനി ഒന്നുകൂടെ നമുക്ക് ഡീൽ ചെയ്യാം. അപ്പം എനിവേ ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഐ മുകളിലേക്കാണെങ്കിൽ ബി എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ദേ ആർ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പം ഐ ഇങ്ങനെയാണ്, അപ്പോൾ ബി ഇങ്ങോട്ടാണ്. സോ ഞാൻ ആ ഭാഗം വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് വി, ആൻഡ് വി എന്ന് കാണിക്കുന്നത് ഐയുടെ ഡയറക്ഷൻ തന്നെയാണ്, അതായത് ചാർജസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ, ദെൻ ദിസ് ഈസ് ബി. ഓക്കെ, അപ്പം ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഒരു ആൻറ്റി പാരലായിട്ടുള്ള പാരലായിട്ടുള്ളൊരു കറണ്ട് ആണുള്ളതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കാര്യം മനസ്സിലായി. ഇപ്പം വി ഇങ്ങോട്ടാണ്, ബി ഇങ്ങോട്ടാണ്, ഫോഴ്സ് എയ്തർ ഇങ്ങോട്ടാവാം അല്ലെങ്കിൽ ഇങ്ങോട്ടാവാം. സോ എനിവേ ഇത് എന്താണ്? ഇത് മൊത്തത്തിലൊരു പെർപെൻഡിക്കുലർ പ്ലെയിനുകളിലേക്കായിരിക്കാം ഇത് വരുന്നത്. ഓക്കെ, അപ്പം വിയും ബിയും ഈ കേസിൽ എന്താണ്? പെർപെൻഡിക്കുലർ ആണ്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്, അതിനകത്തൊക്കെ മാറ്റം വരാം. എനിവേ ഇവിടെ എന്ത് മനസ്സിലായി? ഈ വിയും ബിയും കൂടെ ഉള്ള ഇവിടെ ഒരു പെർപെൻഡിക്കുലർ കൈൻഡ് ഓഫ് റിലേഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വിയും ബിയും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരുന്നത്? ഈ എഫ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു, ഇതൊരു ഡെറിവേഷനൊന്നുമല്ല, ആക്ച്വലി ആ ലോ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് അവിടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് കൈൻഡ് ഓഫ് സാധനം ഇൻവോൾവ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ കരുതിക്കൊണ്ട് വി ക്യാൻ ഡിഫൈൻ എ ഫോഴ്സ് ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് ഡിഫൈൻ ചെയ്യാം. ഇതിന് ഡെറിവേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കൂളംസ് ലോയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അതുപോലൊരു ഡിഫൈൻഡ് സാധനമാണ്, ഒരു ഫണ്ടമെൻ്റൽ ലോ ആണ്. ഈ ഫണ്ടമെൻ്റൽ ലോ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് എക്സ്പെരിമെൻ്റലി ഇത് പ്രൂവൺ ആണ് ഈ സാധനം. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സ്പെരിമെൻ്റലി പ്രൂവൺ ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്, അല്ലെങ്കിൽ ദിസ് ഈസ് ഓൾസോ കാൾഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, അപ്പം എഫ് മാഗ്നറ്റിക് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. അപ്പം ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡും കൂടെ ഉള്ളൊരു കേസ് ആണെങ്കിൽ ദ നെറ്റ് ഫോഴ്സ് വിൽ ബി എഫ് ഈസ് ഈക്വൽ ടു സം എഫ് ഇലക്ട്രിക് പ്ലസ് എഫ് മാഗ്നറ്റിക്. ഓക്കെ, അപ്പം നമ്മുടെ ക്യൂ ചാർജ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ സോ ക്യൂ ഇൻറ്റു ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. സോ ഓക്കെ, Q into V cross B, that is QE plus Q into V cross B ആയിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഇഫ് ദർ ആർ ടു ഫീൽഡ്സ്, വൺ മാഗ്നറ്റിക് ആൻഡ് വൺ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇനി നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ ഫോഴ്സിലേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇവിടെ Q എന്ന് പറയുന്നത് നമ്മുടെ ചാർജാണ്. സോ ഇവിടെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആക്ച്വലി ആരാണ്? ഈ വിയും ബിയും കൂടെ ഉള്ള ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സേ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, സപ്പോസ് വി ഈസ് ദിസ് വെക്ടർ ആൻഡ് ബി ഈസ് ദിസ് വെക്ടർ. ഓക്കെ, ദെൻ വി ക്രോസ് ബി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വി ക്രോസ് ബി ആണ്. ഓക്കെ, വി ക്രോസ് ബി ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വിയിൽ നിന്ന് ബിയിലേക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ്, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫിംഗേഴ്സ് എന്ത് ചെയ്യണം? സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് എ ക്രോസ് ബി ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ക്രോസ് ചെയ്യേണ്ട ഡയറക്ഷനിലേക്ക് വളച്ച് വെക്കണം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് നിങ്ങൾക്ക് എ ക്രോസ് ബിയിലേക്ക് വളയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ഒരിക്കലും എന്ത് ചെയ്യില്ല? നിങ്ങളുടെ ഹാൻഡ് എങ്ങനെയാണ് കർവ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് കർവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നിങ്ങളുടെ കൈ ആണെങ്കിൽ ഇതിന് ഇങ്ങനെ കർവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുന്ന കൈക്ക് ബാക്കിലേക്ക് കർവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ വരുമ്പോൾ എന്തായി പോകും? ഫിംഗേഴ്സ് എല്ലാം സ്ട്രെയിറ്റ് ആവും. പിന്നീട് തിരിച്ച് ബാക്കിലേക്ക് നിങ്ങളുടെ ഫിംഗർ തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ കർവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എ ക്രോസ് ബിക്ക് വേണ്ടി നിങ്ങൾ കർവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർവ് ചെയ്യാൻ പറ്റുന്ന ഏക ഡയറക്ഷൻ എന്താണ്? ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ കൈ കൊണ്ട് വയ്ക്കുക എ ക്രോസ് ബിക്ക് വേണ്ടി. അങ്ങനെ എ ക്രോസ് ബിക്ക് വേണ്ടി നിങ്ങൾ കൈ വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫിംഗർ പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി. ഓക്കെ, ഇനി ഇതേ സ്ഥാനത്ത് നിങ്ങൾ ബി ക്രോസ് എ കണ്ടുപിടിക്കണമെന്നിരിക്കും. ബി ക്രോസ് എ കണ്ടുപിടിക്കാൻ നിങ്ങൾ വിരൽ വളച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് വളയ്ക്കാൻ തോന്നാം, പക്ഷേ തിരിച്ചിങ്ങോട്ട് വളയ്ക്കാൻ പറ്റില്ല, കാരണം ഇവിടെ വന്ന് അതെന്തായി പോകും? സ്ട്രെയിറ്റ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ബി ക്രോസ് എയുടെ ഡയറക്ഷനിൽ നിങ്ങൾക്ക് വിരൽ എന്താണ് ഒരു കർവ്ഡ് ഫിംഗർ വെക്കണം എന്നുണ്ടെങ്കിൽ
ബി ക്രോസ് എയുടെ ഡയറക്ഷനിൽ നിങ്ങൾക്ക് കർവ്ഡ് ഫിംഗർ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ തിരിച്ചു വെച്ചെങ്കിലേ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ തമ്പ് എന്ത് ചെയ്യണം, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോയിന്റ് ചെയ്യുന്ന സമയത്ത് ബി ക്രോസ് എയുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് എക്സാക്ട്ലി എങ്ങോട്ട് കിട്ടും, തമ്പിൻ്റെ ഡയറക്ഷനാണ്. സോ ദാറ്റ് ഈസ് ടുവേഴ്സ് ദ ഡൗൺ സൈഡ്. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ഫൈൻഡിങ് ദ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, പിന്നെ ഫ്ലെമിങ്സ് റൂളും അതും ഇതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതാണ് ഫോളോ ചെയ്യുക. അപ്പം ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കൺഫ്യൂഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ക്രോസ് ബി ഇങ്ങനെയുണ്ടെങ്കിൽ, ഓക്കെ, എൻ്റെ തമ്പ് ഞാൻ പോയിൻ്റ് ചെയ്യാൻ ഇവിടെ ശ്രമിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, യു ഹാവ് 2 ഓപ്ഷൻസ്. ഓക്കെ, ഇങ്ങനെ വിചാരിക്കാം. അപ്പം വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക, എപ്പോഴും രണ്ട് ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി ഉണ്ടെങ്കിൽ, ഒരു ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി ഉണ്ടെങ്കിൽ അതെപ്പോഴും ഇറ്റ് വിൽ ബി ദാറ്റ് എ ക്രോസ് ബി വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ബി. ഓക്കെ, എയും ബിയും ഉള്ള ഒരു പർട്ടിക്കുലർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാവുക. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ എന്ത് പറയാം, ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന വി ക്രോസ് ബി എന്ന് പറയുന്ന ആളെ ഞാൻ വരച്ചിരിക്കുന്നത് നമ്മുടെ ഈ ബ്ലാക്ക് ബോർഡിലാണ്, അല്ല ഈ പ്ലെയിനിലാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്ലെയിൻ എന്തായാലും എന്താണ് ഈ പ്ലെയിനിന് അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ബോർഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് പെർപെൻഡിക്കുലർ ഇറ്റ് ക്യാൻ ബി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ഓർ ഇറ്റ് ക്യാൻ ബി ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ അത് ഏത് വേണമെന്ന് വിചാരിക്കാൻ നിങ്ങളുടെ ഫിംഗർ എങ്ങനെയാണ് കേൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക, നോക്കുക. അപ്പോൾ യു വിൽ ഗെറ്റ് എ റിസൾട്ട് സംതിങ് ലൈക്ക് ദിസ്. അതായത് ഞാനതിനെ ഒരു 3D ഫോമിലേക്ക് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. അത് വരയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വരച്ചാൽ, ഇമാജിൻ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, സോറി ദിസ് ഈസ് വി ആൻഡ് ദിസ് ഈസ് ബി. ദെൻ ഇത് എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പം വിയും ബിയും നിൽക്കുന്നത് ഏത് പ്ലെയിനിലാണ്, എക്സ് വൈ പ്ലെയിനിലാണ്. സോ നമ്മുടെ വി ക്രോസ് ബി എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ദ ഇസഡ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാവും ഉണ്ടാവുക, എലോങ് ദ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ കുറേ 3 ഡയമെൻഷൻ സാധനങ്ങളുണ്ട്. അത് നമ്മൾ വരച്ച് പഠിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, വരച്ച് കാണിക്കാനും കുറച്ച് പാടായിരിക്കും. നോക്കാം എന്തായാലും നമുക്ക്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ എഫും ഇയും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. നിങ്ങൾക്കറിയാം സം ക്യൂ ഇൻറ്റു ഇ, അതായത് ഇയുടെ ഡയറക്ഷൻ ഏതോ അത് തന്നെയായിരിക്കും എഫിൻ്റെ ഡയറക്ഷൻ. പക്ഷേ ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ പ്ലെയിനിലേക്കായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ പെട്ടുപോകുന്ന ചാർജസിന്, ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ പെട്ടുപോകുന്ന ചാർജസിന് എന്ത് കിട്ടും, ഒരു സം ഡിഫറൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില ട്രജക്ടറീസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അത്തരം ട്രജക്ടറീസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും. നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന സാധനം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ചാർജിനെ നിങ്ങൾ ഒരു ബി എന്ന് പറയുന്ന ഫീൽഡിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഹാസ് ടു എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫോഴ്സ്, എന്ത് ചെയ്യണം, ഈ ചാർജ് മൂവ് ചെയ്തിരിക്കണം. അല്ലാതെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങളൊരു റെസ്റ്റ് ചാർജ്, ഒരു ക്യൂ ചാർജിനെ കൊണ്ടുവന്ന് റെസ്റ്റിലിരുത്തിയാൽ ദർ വിൽ നോട്ട് ബി എനി ഫോഴ്സ്. അതായത് ഈ വിക്ക് എന്തുണ്ടാവണം, ഷുഡ് ഹാവ് എ വാല്യൂ. ഓക്കെ, ഈ വി 0 ആണെങ്കിൽ ക്യൂ 0 ആയിരിക്കും. അപ്പോൾ മൂവിങ് ചാർജസിന് മാത്രമേ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഒരു മൂവിങ് ചാർജിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ ഇനി പഠിക്കാനുണ്ട്. സോ അതിനകത്ത് ആദ്യത്തെ മോഷനാണ്, ഇറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ബിസൈർ ട്രജക്ടറിയിൽ, ദാറ്റ് ഈസ് സംതിങ് കോൾഡ് സൈക്ലോട്രോൺ മോഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, സിംപിളി അതിൻ്റെ ഹെഡിങ് ഇങ്ങനെ എഴുതാം, ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്ററിങ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഫോം. അപ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇനി യൂണിഫോം ഫീൽഡൊക്കെ അവിടെ പറഞ്ഞ പോലെ പറയേണ്ട കാര്യമില്ല. ബിയുടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം ഫീൽഡ്. ഓക്കെ, യൂണിഫോം എൻറ്ററിങ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B. Okay, charged particle entering a uniform magnetic field V
ഇൻ എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇൻ എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഓക്കെ, അപ്പം ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് എൻ്റർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് ഇറ്റ് വിൽ ബി എയ്തർ ഇൻ വൈ ഡയറക്ഷൻ ഓർ ഇൻ ഇസഡ് ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ആൻഡ് എൻ്ററിങ് വിത്ത് എ വെലോസിറ്റി, വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി വി. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി വി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് ഏതിൻ്റെ ഡയറക്ഷനിലായിരിക്കും? പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വി തന്നെയായിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനിഷ്യലി ബി ഈസ് പെർപെൻഡിക്കുലർ ടു വി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്താണ് അതിന് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ബി പെർപെൻഡിക്കുലർ ടു വി. സോ ജസ്റ്റ് ഇമാജിൻ, അപ്പം നമ്മളിവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരയ്ക്കുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങോട്ടാണ്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പറാണ് നമ്മുടെ ഫീൽഡ് ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ നൗ നമ്മൾ ഇതേ സ്ഥലത്ത് പോയിട്ട് ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യൂ എന്നിരിക്കട്ടെ. അപ്പോൾ ക്യൂ എന്ന് പറയുന്നൊരു ചാർജാണ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ചാർജ് എൻ്റർ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം, ലെറ്റ് ദ ഇനിഷ്യൽ ഡയറക്ഷൻ ഓഫ്, അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്, ഞാൻ എല്ലായിടത്തും ഇൻറ്റു മാർക്കിട്ട് വയ്ക്കുന്നില്ല. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വാട്ട്? ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വി. അപ്പം ഇവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇത് ഇത്ര വലുതായി ഒരു എക്സ്ട്രാ മാഗ്നിഫൈഡ് ഇമേജ് ആയിട്ട് മനസ്സിലാക്കുക. എനിവേ ഇനിഷ്യലി വിയുടെ ഡയറക്ഷൻ ഇതാണ്. അപ്പം ഇനിഷ്യൽ ഡയറക്ഷൻ ഇതാണ്. അപ്പം ഇവിടെ ബി എങ്ങോട്ടാണുള്ളത്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വി ക്രോസ് ബി? ഓക്കെ, അപ്പം ഇത് എന്താണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വിത്ത് എ വെലോസിറ്റി വി, ഇറ്റ് ഈസ് എൻ്ററിങ് ഇൻ ടു ദ ഫീൽഡ് ബി. ഓക്കെ, ബിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് എഫ്? നമുക്കിതിനെ വേറൊരു രീതിയിൽ വരയ്ക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വരച്ച് ഇമാജിൻ ചെയ്യാൻ ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനത് വേറൊരു രീതിയിൽ കൂടി പറയാം. സേ ലെറ്റ്സ് ഇമാജിൻ എ കോർഡിനേറ്റ് ആക്സിസ്. ഇങ്ങനെ ഒരു കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുക. അതായത് ഇതേ സാധനം തന്നെ ഞാൻ കോർഡിനേറ്റും കൂടെ വെച്ചിട്ട് വരയ്ക്കുകയാണ്. അപ്പം രണ്ടും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ദ x. Okay, this is the x direction, this is the y direction, and this is the z direction. Okay, അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണുള്ളത്? ഇറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ ബിയുടെ ഡയറക്ഷൻ ഏതാ? ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ബി എനിക്ക് എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു സം മാഗ്നിറ്റ്യൂഡ് ബി ഇൻ ടു മൈനസ് ഇസഡ് ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത്തരം പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇങ്ങനെ 3 ഡയമെൻഷനലി ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഡയറക്ട്ലി യൂസ് ദ വെക്ടേഴ്സ്. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ബി മൈനസ് ഇസഡ് അല്ല. സോ ബി ഇൻറ്റു മൈനസ് ഇസഡ് ക്യാപ്പ് ഓർ മൈനസ് ബി ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ഓക്കെ, അപ്പം നമ്മുടെ ബിയുടെ ഡയറക്ഷൻ കിട്ടി. ഇനി സേ വിയുടെ ഡയറക്ഷൻ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സെറ്റ് ചെയ്യാണ് ഒരു ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, നൗ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വി എന്താണ്? നേരെ മുകളിലോട്ടാണ്. നേരെ മുകളിലോട്ടെന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ. അപ്പോൾ വി ഈസ് എലോങ് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്? വി ഡയറക്ഷനാണ്. അപ്പം എനിക്ക് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വി ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് this is the direction of B and this is the direction of V. ഓക്കെ, വിയുടെ ഡയറക്ഷൻ ഇതാണ്. അപ്പം വിയെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? ദെൻ വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ദാറ്റ് വി ഈസ് എലോങ് ദ വൈ ക്യാപ്പ് ഡയറക്ഷൻ. സോ വി ഈസ് സം മാഗ്നിറ്റ്യൂഡ് ഇൻ ടു വൈ ക്യാപ്പ് എന്ന് എനിക്ക് എഴുതി വയ്ക്കാം. സോ ഇതെന്ത് കിട്ടി? വി ഈസ് ഈക്വൽ ടു വി വൈ ക്യാപ്പ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി ഈസ്. അപ്പം ഇത് അതായത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുകയാണ്. വൺ ഈസ് ജോമെട്രിക്കലി ചിന്തിക്കുന്നു, the other is algebraically or analytically നമ്മൾ ചെയ്യും. ഓക്കെ, നമുക്ക് ഈ രണ്ട് രീതിയിലും ചെയ്തു പോകും.
അപ്പം ഇത് തമ്മിലുള്ള ഏതെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിലും മറ്റേ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം കൃത്യമായിട്ട്. ഓക്കെ, രണ്ടും മനസ്സിലാക്കാമെങ്കിൽ അത്രയും നല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ബി എങ്ങോട്ടാണ്? ഇതിനുള്ളിലേക്കാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ബി അകത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇത് ഞാൻ വരച്ചിരിക്കുന്നത് പേപ്പറിനകത്തേക്കാണ്. ഇത് ബിയുടെ ഡയറക്ഷനാണ്. സോ വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? സോ വി ക്രോസ് ബി, നിങ്ങളുടെ ഫിംഗർ ഇങ്ങോട്ട് കേൾ ചെയ്യണം. ഇങ്ങോട്ട് കേൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പിടിക്കേണ്ടി വരും? നിങ്ങളുടെ തമ്പ് എന്ന് പറയുന്നത്, സോ യുവർ തമ്പ് ഹാസ് ടു ബി, ഓക്കെ, തമ്പ് എങ്ങോട്ടിരിക്കണം? ഇങ്ങോട്ട് വരുന്ന രീതിയിലേ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റൂ. എങ്കിലല്ലേ തമ്പ് ഇങ്ങോട്ട് വരണം. സോ ഇങ്ങനെ വരയ്ക്കും. സോറി, ഞാനത് വരച്ചാൽ അലമ്പാവുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ സോ ഇങ്ങനെ ഇതിപ്പം ബോർഡ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇപ്പം അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ട്. അപ്പോൾ സോ വി ക്രോസ് ബി എന്ന് പറയുന്ന ആളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ദിസ് വിൽ ബി അലോങ് ദിസ് ഡയറക്ഷൻ. സോ ദ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ടാണ്. നിങ്ങൾ കൈ എടുത്ത് പിടിച്ച് മനസ്സിൽ ആലോചിച്ച് നോക്കുക. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഇനി എന്ന് പറയുമ്പം ഇങ്ങോട്ട് കിട്ടി. ഇനി നമുക്ക് അതേ സാധനം ഇവിടെ ചെയ്ത് നോക്കാം. സോ എഫ് ഈസ് ഈക്വൽ ടു, ഓക്കെ, സം ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. വി ക്രോസ്, അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാം. ഇവിടെ സിംഗിൾ എലമെൻ്റ് ആയതുകൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ മെട്രിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു, നമുക്ക് ആരെയൊക്കെ ഇനി പുറത്തെടുക്കാം? മൈനസ് പുറത്തെടുത്തു, ക്യൂ പുറത്തെടുത്തു, ബി വി ഒക്കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള പ്രോഡക്റ്റ് ആവും? ഇസഡ് ക്യാപ്പ്, അല്ല, വൈ ക്യാപ്പ് ക്രോസ് ഇസഡ് ക്യാപ്പ്. വൈ ക്യാപ്പ് ക്രോസ് ഇസഡ് ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് അലോങ് മൈനസ് ക്യൂ ബി വി ഇൻറ്റു എക്സ് ക്യാപ്പ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ബി വി മാഗ്നിറ്റ്യൂഡാണ്, ഡയറക്ഷൻ എങ്ങോട്ടാണ്? അലോങ് മൈനസ് എക്സ് ക്യാപ്പ്. ദാറ്റ് മീൻസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഡയറക്ഷൻ. സോ ഇതാണ് എന്തിൻ്റെ? ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് എഫ്. ഓക്കെ, ഇതായിരിക്കും എഫിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഡോട്ട് പ്രോഡക്റ്റ്, ഈ മൈനസ് സൈനും എക്സ് ക്യാപ്പും കൂടെ ചേരുമ്പോൾ ഇറ്റ് ഈസ് അലോങ് ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അതേ ഡയറക്ഷൻ തന്നെയാണ് നമുക്കും കിട്ടിയത്. ഇത് ഏതായിരുന്നു? ഇത് നമ്മുടെ വൈ ഡയറക്ഷനാണ്. ഇത് മൈനസ് ഇസഡ് ഡയറക്ഷനാണ്. ദെൻ ദിസ് വിൽ ബി മൈനസ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, അതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ. ഓക്കെ, അപ്പോൾ സോ നമുക്ക് വീണ്ടും നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി ഒന്നുകൂടെ വരയ്ക്കാം. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ കിട്ടി. നൗ അഗെയിൻ നമ്മൾ അതേ കേസിലേക്ക് വീണ്ടും പോവാണ്. അപ്പം ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്ന വി ഇങ്ങോട്ടായിരുന്നു. അതിലെന്ത് ചെയ്യുന്നു? അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പം സിംപ്ലി വി ഇങ്ങോട്ട്, എഫ് ഇങ്ങോട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് മീൻസ് ദെയർ വിൽ ബി ആൻ ആക്സലറേഷൻ, അല്ലേ? അതിനെ എന്ത് ചെയ്യും? അപ്പം ഒരു ഫോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ ഞാൻ ഇങ്ങനൊരു ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആ ഫോഴ്സ് കാരണം ആ ഡയറക്ഷനിലേക്ക് ഇത് തിരിയാൻ തുടങ്ങും. ഓക്കെ, അപ്പം സിംപ്ലി അടുത്ത സെക്കൻഡിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? വിയുടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണോ, അതാണ് ന്യൂട്ടൺസ് ലോ പറയുന്നത്, അല്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് ആ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. സോ ഇതെന്ത് സംഭവിച്ചു? വെലോസിറ്റി ഇങ്ങോട്ട് വന്നു. ഓക്കെ, വെലോസിറ്റി ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇനി ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബി എങ്ങോട്ടായിരിക്കും? ഇൻറ്റു ദ പേപ്പർ അങ്ങോട്ടായിരിക്കും. ദെൻ ഫോഴ്സ് വീണ്ടും രണ്ടിനും കൂടെ പെർപെൻഡിക്കുലറായിട്ട് എങ്ങോട്ട് വരും? ദ ഫോഴ്സ് വിൽ ബി ഈ രണ്ടെണ്ണത്തിനും കൂടെ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, സോ അത് ഞാനിനി ഓരോന്ന് സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എപ്പോഴും ഇത് ഈ വിക്കും ബിക്കും പെർപെൻഡിക്കുലറായിട്ട് എന്ത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഫസ്റ്റ് ഇത് വരും, ദെൻ ഇങ്ങനെ വരും, ദെൻ ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ദെൻ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ഒരു സർക്കുലാർ മൂവ്മെൻറ്റിലേക്ക് അത് വരും. അപ്പം ബി ഫീൽഡ് അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഒരു ചാർജ്, ഒരു ക്യൂ ചാർജ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ് ടു മൂവ് എലോങ് it will cause the particle to move along a circular trajectory. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ മനസ്സിലായത്. അപ്പം ഒരു സർക്കുലർ ട്രജക്ടറിയിലാണ് മൂവ് ചെയ്യുന്നത്. ലെറ്റ് ഇമാജിൻ ദാറ്റ് ഇറ്റ്സ് റേഡിയസ് ഈസ് ആർ എന്നും വിചാരിക്കാം. സോ റേഡിയസ് ആർ ഉള്ള ഒരു സർക്കുലർ ട്രജക്ടറിയിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ സർക്കുലർ ട്രജക്ടറിയിൽ അല്ലെങ്കിൽ ഒരു കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗെറ്റ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ലെറ്റ് ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു mv² by r ആണ്.
വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. കൊടുത്തത് ആരാണ്? ആക്ച്വലി നമ്മുടെ ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. സോ നമുക്ക് എന്തെഴുതാം? Q ഇൻറ്റു V ക്രോസ് P എന്നെനിക്ക് എഴുതാം. പക്ഷേ ഇവിടെ ഒരു 1-2 കാര്യമുള്ളത്. നമുക്കറിയാം ഈ കേസിൽ, ഈ പർട്ടിക്കുലർ കേസിൽ വിയും ബിയും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ V ക്രോസ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? VB സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് സൈൻ 90, സോ വിച്ച് ഈസ് ഈക്വൽ ടു VB എന്ന് വരും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇറ്റ് ഹാസ് ഡയറക്ഷൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് ഞാൻ ഈ ഇക്വേഷനെ മാറ്റിയാൽ ഇതെന്താവും? mv²/r ഈസ് ഈക്വൽ ടു QVB എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, mv²/r ഈസ് ഈക്വൽ ടു QVB. ഓക്കെ, അതായത് വേറൊന്നുമില്ല, നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നൊരു സാധനമാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആരാണോ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാവിറ്റേഷനിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ mv²/r ഈസ് ഈക്വൽ ടു QVB എന്ന് എഴുതുന്നു. ഓക്കെ, ആൻഡ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ ഈസ് കോൾഡ്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇനി ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് ഒരു വിയും ഒരു 2 V ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ MV ഈസ് ഈക്വൽ ടു ഈ ആർ അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ QBR എന്നുകൂടി എനിക്ക് എഴുതാം. സോ ഈ QBR എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഈ MV എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു QBR. ഓക്കെ, അപ്പം വി ഗെറ്റ് 2 ഇക്വേഷൻസ്. ഓക്കെ, ഇതിനകത്ത് ഈ 2 ഇക്വേഷൻസിനെയും അറിയപ്പെടുന്നത് വി കോൾ ഇറ്റ് ആസ് എ സൈക്ലോട്രോൺ ഫോർമുല. ഓക്കെ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് +2 തന്നെ. നമുക്കത് പിന്നീട് വീണ്ടും അതിൻ്റെ വർക്കിംഗ് ഡീൽ ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു ഒബ്ജക്റ്റിനെ, ഓക്കെ, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ട്രജക്ടറിയിൽ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പർട്ടിക്കുലർ ട്രജക്ടറിയിലല്ല, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ നിങ്ങൾക്ക് ആക്സിലറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് കൂടിയാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആദ്യകാലത്തുള്ള ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ്. എന്ന് വെച്ചാൽ പാർട്ടിക്കിളിൻ്റെ എനർജി കൂട്ടാൻ അല്ലെങ്കിൽ അതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇക്വേഷനാണ്. പക്ഷേ ഇതിനകത്ത് ഇത് മാത്രം പോരാ, ഒരു ഇലക്ട്രിക് ഫീൽഡും കൂടെ കൊടുത്തിട്ടാണ് നമ്മളിതിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുക. ഓക്കെ, അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പുതിയൊരു പാർട്ടിക്കിൾ നിങ്ങൾ കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അതിൻ്റെ ചാർജ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. സം ചാർജുള്ള ഒരു പാർട്ടിക്കിൾ നിങ്ങൾ പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ പുതുതായിട്ടുണ്ടാവുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു. ആ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ പാർട്ടിക്കിളിനെ എന്ത് ചെയ്യുക? നിങ്ങൾ ആ പാർട്ടിക്കിളിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു സ്ഥലത്തേക്ക് കടത്തിവിടുക. ഓക്കെ, പെർപെൻഡിക്കുലറായിട്ട് തന്നെ കടത്തിവിടുക. അങ്ങനെ കടത്തിവിടുന്ന സമയത്ത് അതെന്തുണ്ടാക്കും? ഇറ്റ് വിൽ മേക്ക് എ സർക്കുലാർ ട്രജക്ടറി. അതെന്തുണ്ടാക്കുന്നു? ഒരു സർക്കുലാർ ട്രജക്ടറി ഉണ്ടാക്കുന്നു. ആ സർക്കുലാർ ട്രജക്ടറി നിങ്ങൾക്ക് അതിൻ്റെ റേഡിയസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, സോ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുത്തതാണ്, വി നോ ദ ചാർജ്, ആൻഡ് ഇഫ് വി മെഷർ ദ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ട്രജക്ടറി നമ്മൾ അറിയണം. അപ്പോൾ ഒരു അൺനോൺ പാർട്ടിക്കിളിനെ ഞാൻ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ പോകുന്ന വഴിയിൽ, ഓക്കെ, ആ പാത്ത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൗഡ് ചേമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന പ്രത്യേക ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ആ ഡിറ്റക്ടറിൻ്റെ പ്രത്യേകത ഇതാണ്: നിങ്ങൾ ആ പാത്തിലൂടെ, ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ പോകുന്ന സമയത്ത് എന്തുണ്ടാവും? അവിടെ ഒരു കണ്ടൻസേഷൻ ഉണ്ടായി ആ പാത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതായത് സംതിങ് ലൈക്ക് നമ്മുടെ ജെറ്റ് പോകുന്ന സമയത്ത്, ഓക്കെ, ജെറ്റ് പ്ലെയിൻ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ അതിൻ്റെ പുകയല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ വാട്ടർ കണ്ടൻസ് ചെയ്യുന്നതാണ് നമ്മൾ അതിൻ്റെ പുക എന്ന് പറഞ്ഞ് കാണുന്ന സാധനം, ആ വൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ സിമിലർലി ദാറ്റ് നമുക്ക് അവിടെ ഒരു ട്രാക്ക് കാണാൻ പറ്റും. ആ ട്രാക്കിൻ്റെ റേഡിയസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മെഷർ ദ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത്, അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തത് എങ്ങനെയാണ്? ഇറ്റ് എൻറ്റേർഡ് പെർപെൻഡിക്കുലർ. ഇനി നമ്മൾ ഇഫ് ഇറ്റ് എൻറ്റേഴ്സ് ഇഫ് ഇറ്റ് പാരലി എൻ്റർ ചെയ്ത് എന്ത് വരും എന്നുള്ളത് നമുക്ക് ചോദിക്കാം, അത് പോട്ടെ. അപ്പം അതടുത്ത് നോക്കാം. ഒരു അറ്റ് എ സർട്ടൺ ആംഗിൾ വേണ്ട, നമുക്ക് പാരൽ നോക്കാം. വാട്ട് ഇഫ് ഇറ്റ് എൻറ്റേഴ്സ് പാരൽ? ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് നമ്മുടെ ചാർജ് എൻ്റർ ചെയ്യുന്ന വിചാരിക്കാം. അപ്പം ഇമാജിൻ ദാറ്റ് നമ്മളത് ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. ബി എന്ന് പറയുന്നത്
സം ബി എക്സ് ക്യാപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് പാരലായിട്ട് എൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. ദാറ്റ് ഈസ് സം വി എക്സ് ക്യാപ്പ്. അപ്പം വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പം എന്താണ്, ക്യൂ വി ബി ഇൻറ്റു എക്സ് ക്രോസ് എക്സ്. വി നോ ദാറ്റ് എക്സ് ക്രോസ് എക്സ് ഈസ് 0. സോ ദ നെറ്റ് ഫോഴ്സ് ഈസ് 0. അപ്പോൾ പാരലി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാരലൽ ഡയറക്ഷനിൽ പാരലി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഈസ് 0, ആ ഒബ്ജക്റ്റിന് എന്തുണ്ടാവില്ല? ഒരു ആക്സിലറേഷൻ ഉണ്ടാവില്ല. അതിൻ്റെ വെലോസിറ്റി എന്താണോ അത് അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് പെർപെൻഡിക്കുലർലി എൻ്റർ ചെയ്യുന്ന ആളെ മാത്രമേ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിനെ മാത്രമേ ആർക്ക്, അതായത് ബിയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിനെ മാത്രമേ ആർക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വി വെലോസിറ്റി ഉണ്ടെങ്കിൽ ആ വിക്ക് നമുക്ക് 2 കമ്പോണൻ്റ് എന്ന് അസ്യൂം ചെയ്യുക. സം വി പെർപെൻഡിക്കുലർ ആൻഡ് വി പാരൽ. എന്ന് വെച്ചാൽ ഇതിൽ വി പാരൽ ആർക്ക് പാരലാണ്? ബിക്ക് പാരലാണ്. വി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ബി ഡയറക്ഷന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ്. ഈ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിനെ മാത്രമേ ആർക്ക് അഫക്റ്റ് ചെയ്യാൻ പറ്റൂ? മാഗ്നറ്റിക് ഫീൽഡിന് അഫക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ആ പാരൽ കമ്പോണൻറ്റിനെ ആര് അഫക്റ്റ് ചെയ്യില്ല? ഇറ്റ് കനോട്ട്, മാഗ്നറ്റിക് ഫീൽഡിന് അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പാരലി എന്തുണ്ടോ അത് അതേപോലെ തന്നെ. അതായത് സപ്പോസ് 30 മീറ്റർ പെർ സെക്കൻഡ് എക്സ് ഡയറക്ഷനിൽ ഒരു ചാർജ് അതേ എക്സ് ഡയറക്ഷനിലുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതേ വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതും കൂടെ മനസ്സിൽ വെക്കുക. അപ്പോൾ പാരൽ കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഒരിക്കലും മാറില്ല, അത് അതേപോലെ നിൽക്കും. പെർപെൻഡിക്കുലർലി ഉള്ളതിനെ അഫക്റ്റ് ചെയ്യും, അത് എന്ത് ചെയ്യും? സർക്കുലർ പാത്തിലേക്ക് വരും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്കറിയാമെങ്കിൽ വാട്ട് ഇഫ് ഇറ്റ് എൻറ്റേഴ്സ് അറ്റ് ആൻ ആംഗിൾ? എൻറ്റേഴ്സ് അറ്റ് ആൻ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. നമുക്ക് ബി എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാണ്? ഒരു ചാർജ് എൻ്റർ ചെയ്യാണ്. ഓക്കെ, ചാർജിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ ഇതാണ്. അപ്പം ഇത് പെർപെൻഡിക്കുലർലി എൻ്റർ ചെയ്യണമെങ്കിൽ എങ്ങനെ എൻ്റർ ചെയ്യണമായിരുന്നു? ഇങ്ങനെ എൻ്റർ ചെയ്യണമായിരുന്നു. പാരലായിട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ എൻ്റർ ചെയ്യണമായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു റിസൾട്ടൻ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്തു? ഇതിങ്ങനെ എൻ്റർ ചെയ്തു. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വി. അപ്പോൾ അതിനിപ്പോൾ എന്തുണ്ട്? ആക്ച്വലി ഒരു വി പെർപെൻഡിക്കുലർ ഡയറക്ഷനും വി പാരലൽ ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? വി പാരലൽ എന്ന് പറയുന്ന ഒരു മാറ്റം ഉണ്ടാവില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി പെർപെൻഡിക്കുലർ കാരണം ഇതെന്ത് ചെയ്യാൻ തുടങ്ങും? ദിസ് വിൽ ട്രൈ ടു റൊട്ടേറ്റ്. അപ്പം വി പെർപെൻഡിക്കുലർ, ഒരു പെർപെൻഡിക്കുലർ വെലോസിറ്റി മാത്രം ഉള്ളെങ്കിൽ അതെന്തുണ്ടാക്കും? ഒരു സർക്കുലർ ഓർബിറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ഒരേ സർക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കും, നമ്മൾ നേരത്തെ കണ്ടപോലെ. അതിൻ്റെ കൂടെ ഒരു പാരൽ വെലോസിറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് ചാർജിന് ഇവിടെ നിന്ന് കറങ്ങാൻ പറ്റില്ല. ആ പാരൽ വെലോസിറ്റി കാരണം അതിനെ എന്ത് ചെയ്യേണ്ടി വരും? ഇതിങ്ങനെ സ്പൈറൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹെലിക്കൽ പാത്തിലേക്ക് മാറേണ്ടി വരും. സോ ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി വിൽ മേക്ക് ഇറ്റ് ടു മൂവ് ഇൻ എ സർക്കുലർ പാത്ത് ആൻഡ് ദ പാരൽ വിൽ ഗിവ് ഇറ്റ്സ് എ ഹെലിക്കൽ സ്ട്രക്ചർ. പാരൽ ആക്ച്വലി ഒന്നും സംഭവിക്കുന്നില്ല, നേരെ താഴോട്ട് തന്നെയാണ് ചാർജ് വരാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനൊപ്പം എന്തും കൂടെ ചെയ്യേണ്ടി വരുന്നു? കറങ്ങുക കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം സോ ഇറ്റ് വിൽ മൂവ് ഇൻ എ ഹെലിക്കലാണ്. ഹെലിക്കൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന കറക്റ്റല്ല. ഇവിടെ എല്ലാം ഒരേ റേഡിയസ് ഉള്ള സർക്കിളാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഈക്വൽ റേഡിയസിൽ അതിവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി താഴേക്ക് വരുന്നുണ്ടാവും. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ എ charged particle enters a field in a certain direction. ഓക്കെ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ അല്ലാതെ എൻറ്റർ ചെയ്താലുള്ള കാര്യം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് എന്തുണ്ടാവും? ഈ ഹെലിക്കൽ പാത്തിന്, ഇതിനെ നമ്മൾ ഈ ഷേപ്പിനെ നമ്മൾ ഹെലിക്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഹെലിക്കൽ സ്പ്രിങ് പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ DNA സ്ട്രക്ചർ പറയുമ്പോൾ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന പോലെ ആ ഹെലിക്കൽ ഷേപ്പാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെയും ഹെലിക്കൽ പാത്തിന് എന്തുണ്ട്? ഒരു റേഡിയസും ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് പി ഈസ് ഈക്വൽ ടു ക്യൂ ബി ഇൻറ്റു ക്യൂ ബി പെർപെൻഡിക്കുലർ ആർ എന്നെടുക്കാം. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനുള്ള, അതായത് വിയുടെ പെർപെൻഡിക്കുലർ ഡയറക്ഷനുള്ള ഫീൽഡായിരിക്കും അതിനെ ആക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? ഇത് റൊട്ടേറ്റ് ചെയ്ത് വരിക. സോ ദിസ് ഈസ് കോൾഡ് ഹെലിക്കൽ പാത്ത്. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, കാരണം ഇനി അടുത്ത പറയാൻ പോകുന്നത് ഇതിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പാത്താണ്. നൗ ദ സൈക്ലോയിഡ് മോഷൻ.
ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്ത് ചെയ്യുന്നു, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്, ഒരു ബി ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി വി. ഓക്കെ, അപ്പോൾ അതിന് ഇനിഷ്യൽ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ ഇനിഷ്യലി ഇറ്റ് ഹാസ് എ ചാർജ്, ഫൈനലി അതേ ചാർജ് തന്നെ ഉണ്ട്. ഇനിഷ്യലി ഒരു ബി ഉണ്ട് ആൻഡ് ഇറ്റ് ഹാസ് ആൻ ഇനിഷ്യൽ വെലോസിറ്റി. ഓക്കെ, ഈ ബി അതുപോലെ തന്നെ തുടരും. വിയുടെ ഡയറക്ഷൻ മാറി മാറി വരും. അത് സർക്കുലർ ആവാം, ഇല്ലെങ്കിൽ അത് ഒരു ഹെലിക്കൽ പാത്തിലൊക്കെ പോവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വാട്ട് ഇഫ് ഐ ആം അപ്ലൈയിങ് അനദർ ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, ആൻഡ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ബി. അപ്പം അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ ഒരു ക്യൂ ചാർജ് എന്ത് ചെയ്യുന്നു, ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. പക്ഷേ ഇവിടെ എൻ്റർ ചെയ്യുന്നത് എന്ത് ഫീൽഡിലേക്കാണ്? ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻ ടു എ കമ്പൈൻഡ് ഫീൽഡ് ഓഫ് ഇ ആൻഡ് ബി. ഓക്കെ, ആൻഡ് അതിൻ്റെ പ്രത്യേകത ഉണ്ട്, ദേ ആർ പെർപെൻഡിക്കുലർ. അവർ തമ്മിൽ ഇയും ബിയും പെർപെൻഡിക്കുലറാണ്. ഓക്കെ, ദേ ആർ പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇവിടെ നമ്മൾ ക്യൂവിനെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ് ചെയ്യുന്നത്, വി എന്ന് പറയുന്നത് 0-ലാണ്. അതായത് വെറുതെ റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജിനെ അവിടെ കൊണ്ടുവന്ന് റെസ്റ്റിൽ വെക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ദർ ഈസ് നോ ഇനിഷ്യൽ വെലോസിറ്റി. മുമ്പലത്തെ കേസിൽ നിന്നുള്ള വ്യത്യാസം ഇതൊക്കെയാണ്. എന്ത് ചെയ്തു, വി അപ്ലൈഡ് ആൻ അഡീഷണൽ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ ബി ആൻഡ് വി ആർ പ്ലേസിങ് എ ചാർജ് അറ്റ് എ സർട്ടൻ പോയിന്റ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വി ആർ നോട്ട് ഗിവിങ് എ പുഷ്, അതായത് ഒരു ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ കൊടുക്കാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അന്നേരം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഫിഗർ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് ഫിഗർ കുറച്ച് നന്നായിട്ട് വരച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. സോ നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുന്നു, എക്സ്, വൈ ആൻഡ് ഇസഡ്. ഓക്കെ, എക്സ്, വൈ ആൻഡ് ഇസഡ്. അപ്പം ഇങ്ങനെയുള്ളൊരു ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബി ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ബി ഈസ് ഇൻ ദ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ. അപ്പം ബി എന്താണ്, ബി ഈസ് ഇൻ എക്സ് ഡയറക്ഷൻ. നമ്മൾ ആദ്യം ഇതിനെ ഗ്രാഫിക്കലി അല്ലെങ്കിൽ ജിയോമെട്രിക്കലി ട്രീറ്റ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ അനലിറ്റിക്കലി നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ അടുത്തത് ഇ എന്ന് പറയുന്നത്, ഇ ഈസ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. സോ നമുക്കത് രണ്ടും മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ബി ഈസ് എലോങ്, so this is the direction of b എക്സ് ഡയറക്ഷനിലാണ്. ആൻഡ് ഇ എന്ന് പറയുന്നത് നേരെ മുകളിലേക്ക്, ദാറ്റ് ഈസ് സം ഇസഡ് ഡയറക്ഷൻ. ഇ എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ റിലീസിങ് എ പാർട്ടിക്കിൾ അറ്റ് ദ ഒറിജിനിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പാർട്ടിക്കിളിനെ റിലീസ് ചെയ്യാണ്. ഒറിജിനിൽ ഞാനൊരു പാർട്ടിക്കിളിനെ കൊണ്ട് വയ്ക്കുന്നു. ഓക്കെ, ഒരു ക്യൂ ചാർജുള്ള പാർട്ടിക്കിൾ. സോ ഒറിജിനിലിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ് ആൻഡ് ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി ഈ 0. അപ്പം അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 എന്താണ് പ്രത്യേകത, വി എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 വി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം വി 0 ആണെങ്കിൽ ആ സമയത്തെ മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം വെലോസിറ്റി 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം വി ക്രോസ് ബി ആണ്. അപ്പം നമുക്ക് എന്തൊക്കെ മനസ്സിലായി, ഇനിഷ്യലി ദ വെലോസിറ്റി ഈസ് 0, ദെയർഫോർ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് 0. അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുവച്ച ചാർജിൽ എന്ത് ആക്ട് ചെയ്യുന്നില്ല, ദർ ഈസ് നോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. പക്ഷേ ഇതിനകത്ത് മറ്റൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് സം ക്യൂ ഇൻ ടു ഇ ആണ്. ഓക്കെ, ഇതിനകത്ത് എന്ത് പറയുന്നില്ല, അതായത് ക്യൂ ഇ ആക്ട് ചെയ്യണമെങ്കിൽ ദർ ഈസ് നോ നീഡ് ഓഫ് വെലോസിറ്റി. നമുക്ക് എന്ത് മതി, നമുക്ക് ആ ചാർജ് അവിടെ ഇരുന്നാൽ മതി. അതിനകത്ത് എന്ത് ആക്ട് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യും, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഇറ്റ് ഈസ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇനിഷ്യലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ദാറ്റ് ഈസ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. സോ ഇസഡ് ഡയറക്ഷനിൽ ഇതിൽ എന്ത് ആക്ട് ചെയ്യുന്നു, സോ ഇനിഷ്യലി ഇസഡ് ഡയറക്ഷനിൽ, സോ ഇനിഷ്യലി ദർ വിൽ ബി എ ഫോഴ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ
ഇനിഷ്യലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതെന്താണ്? ഇത് പ്യുവർലി ഇലക്ട്രിക്കലാണ് അല്ലേ, ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്നു. പക്ഷേ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞു അല്ലേ, ടൈം അങ്ങോട്ട് പോയി. അപ്പം ഇതിനകത്ത് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എന്താവും? നേരത്തെ എത്രയായിരുന്നു? 0 ആയിരുന്നു. ആ 0 വെലോസിറ്റിയിൽ നിന്ന് അത് ഒരു ഹയർ വെലോസിറ്റിയിലേക്ക് മൂവ് ചെയ്യും. കാരണം ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി അച്ചീവ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്ത് ആക്ട് ചെയ്യുന്നു? ഒരു വെലോസിറ്റി ആക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അത് കാരണം നമ്മുടെ പാർട്ടിക്കിളിനൊരു വെലോസിറ്റി അച്ചീവ് ചെയ്യുന്നു. ആ വെലോസിറ്റി അച്ചീവ് ചെയ്യുന്ന ഏത് ഫോഴ്സ് കാരണമാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണമാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ഇറ്റ് അച്ചീവ്സ് എ വെലോസിറ്റി കിട്ടിക്കഴിയുമ്പോൾ വി നോട്ട് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് അവിടെ എന്ത് ആക്ട് ചെയ്യും? ദർ വിൽ ബി സം മാഗ്നറ്റിക് ഫോഴ്സ്. അന്നേരം മാത്രം എന്ത് ചെയ്യും? ദ മാഗ്നറ്റിക് ഫോഴ്സ് കം ഇൻ ടു പ്ലേ. മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യാൻ തുടങ്ങും. ഇനി മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? നമുക്ക് നോക്കാം. വെലോസിറ്റി ഇപ്പോൾ എങ്ങോട്ടാണ്? നേരെ മുകളിലേക്കാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ദിസ് ഈസ് നേരെ ഇസഡ് ഡയറക്ഷനിലാണ് വെലോസിറ്റി, എക്സ് ഡയറക്ഷനിലാണ് ആര്? ബി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വി ക്രോസ് ബി എന്ന് പറയുമ്പം ഇങ്ങോട്ട് എടുക്കണം. നിങ്ങൾ കൈ വെടിച്ച് നോക്കുക, എങ്ങോട്ട് വരും? വൈ ഡയറക്ഷനിലേക്ക് വരും. ഇല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇസഡ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ? ഇസഡ് ക്യാപ്പ് ഡയറക്ഷനാണ്. ക്രോസ് ഇതെങ്ങോട്ടാണ്? എക്സ് ക്യാപ്പ്. ഇസഡ് ക്രോസ് എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈ ക്യാപ്പ് ആയിരിക്കും. സോ ദ ഫോഴ്സ് വിൽ ബി അലോങ് ദിസ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു അഡീഷണൽ ഫോഴ്സ് കൂടി വന്നു. ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. സോ അതെന്ത് ഫോഴ്സാണ്? ഒരു മാഗ്നറ്റിക് ഫോഴ്സാണ്. സോ ദർ ഈസ് ആൻ അഡീഷണൽ ഫോഴ്സ് കോൾഡ് എ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പം ഇങ്ങോട്ട് എന്ത് വന്നു? ഒരു മാഗ്നറ്റിക് ഫോഴ്സ് വന്നു. ഇനി ഇപ്പോഴും മുകളിലേക്കാരുണ്ട്? അത് അറ്റ് ദ സെയിം ടൈം മുകളിലേക്കാരുണ്ട്? ദർ ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മുകളിലേക്കുണ്ട്. റൈറ്റിലേക്കാരുണ്ട്? ഒരു മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇത് കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലെ ആര് മൂവ് ചെയ്തുള്ളൂ? നമ്മുടെ ചാർജ് മൂവ് ചെയ്യുള്ളൂ. സോ ആ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതിൻ്റെ രണ്ടിനെയും കൂടെ റിസൾട്ടൻ്റ് ആയിട്ട് ഇങ്ങോട്ടായിരിക്കും. ഇനി അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞതായിരിക്കും ദിസ് ഈസ് ഒക്യൂറിങ് അലോങ് ദ ഇസഡ് വൈ പ്ലെയിനിലെ കാര്യം മാത്രമാണ് വരയ്ക്കുന്നത്. അപ്പം ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്തു. അതായത് ഈ പ്ലെയിനിലിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ അതിനകത്ത് ഇങ്ങോട്ടൊരു റൈറ്റിലേക്കൊരു ഫോഴ്സ്, ടോപ്പിലേക്കൊരു ഫോഴ്സ്, റിസൾട്ടൻ്റ് ഇങ്ങനെയായിരിക്കും. ഇനി അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം വെലോസിറ്റി ആക്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ഇങ്ങോട്ടാണ്. ദെൻ അപ്പോൾ കറസ്പോണ്ടിങ്ലി എന്ത് ആക്ട് ചെയ്യും? ഇതിനകത്ത് വീണ്ടും അതേ മാഗ്നറ്റിക് ഫോഴ്സ് വീണ്ടും ഉണ്ട്. കാരണം ഇത് റെസ്റ്റിലാവാത്തിടത്തോളം വീണ്ടും എന്തുണ്ടാവും? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് അനദർ അഗെയിൻ എ മാഗ്നറ്റിക് ഫോഴ്സ്. ആ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ദിസ് ക്രോസ് ബി ഡയറക്ഷനിലായിരിക്കും. സോ ദാറ്റ് വിൽ ബി ഓൾസോ അലോങ് സംവെയർ ഇങ്ങോട്ടൊരു ഡയറക്ഷനിലേക്ക് വരും. ഇതിനിടയ്ക്ക് ഒരു ഇൻ ബിറ്റ്വീൻ ഡയറക്ഷൻ ഇതേ പ്ലെയിനിലേക്ക് തന്നെ വരും. കാരണം ഇത് കിടക്കുന്നത് ഇസഡ് വൈ പ്ലെയിനിലാണ്. അപ്പം ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ബിക്കോസ് ഓഫ് ദാറ്റ് ഫോഴ്സ് അഗെയിൻ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? രണ്ട് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് മുകളിലേക്ക്, ദെൻ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ. അപ്പം വെലോസിറ്റിക്കും ബിക്കും കൂടെ പെർപെൻഡിക്കുലറായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങോട്ട് മൂവ് ചെയ്യും? അഗെയിൻ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ ഇത് ഫൈനലി സംഭവിക്കുക ഇത് ഇങ്ങനെ എത്തും. ഇങ്ങനെ എത്തിയതിന് ശേഷം ഇപ്പോൾ ഇതെന്തായി? ഇത് ഈ ഡയറക്ഷനിലേക്ക് പോകും അല്ലേ. അതായത് ഇത് ഇങ്ങനെ കർവ് ചെയ്ത് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലേക്ക് വന്നു. നൗ വാട്ട് ഈസ് വി ക്രോസ് ബി? അപ്പോൾ ഇതിങ്ങനെ പാരലായാൽ, വൈ ആക്സിസിന് പാരലായിട്ട് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് തുടങ്ങിയാൽ ഹിയർ ദർ വിൽ ബി എ വി ക്രോസ് ബി. ആ വി ക്രോസ് ബി എങ്ങോട്ടായിരിക്കും? ഇറ്റ് വിൽ ബി ഡൗൺവേർഡ്. അപ്പം ഡൗൺവേർഡ് എന്ന് പറയുമ്പം ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇത് താഴേക്ക് വരാൻ തുടങ്ങും. റൈറ്റിലേക്ക് അല്ല, മുകളിലേക്ക്, സോറി, അതായത് ഇങ്ങനെ പാരലായി കഴിഞ്ഞാൽ സംഭവിക്കുക താഴേക്ക് ആക്ട് ചെയ്യുന്നു? മാഗ്നറ്റിക് ആക്ട് ചെയ്യുന്നു. ദെൻ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു? സം ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഈ ആക്ട് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആയിട്ട് ഇതിനെന്ത് സംഭവിക്കാൻ തുടങ്ങും? ഇത് താഴേക്ക് മൂവ് ചെയ്യും. അതായത് ഇത് മൂവ് ചെയ്ത് വരുന്നതനുസരിച്ച് ഇതിൻ്റെ വെലോസിറ്റി കൂടി വരികയാണ്. വെലോസിറ്റി മാക്സിമം എത്തുന്ന സമയത്തായിരിക്കും മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുക. അതനുസരിച്ച് വീണ്ടും ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇവിടെ വെച്ച് മാക്സിമം ഫോഴ്സ് ആക്ട് ചെയ്ത് ഇത് വീണ്ടും താഴേക്ക് വരാൻ ശ്രമിക്കും. സോ പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും, ദെൻ ഇങ്ങോട്ട് വരും. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം സംഭവിക്കുന്നത് എന്താണ്?
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ക്യു ഇ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യു ഇ ഇതിനെ എന്ത് ചെയ്യും, റിട്ടാർഡ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇതിൻ്റെ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഇത് ചാർജ്ഡ് പാർട്ടിക്കിൾ താഴോട്ട് മൂവ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഇലക്ട്രിക് ഫീൽഡ് ഇതിനെ ഒപ്പോസ് ചെയ്ത് ഇതിൻ്റെ വെലോസിറ്റി കുറച്ച് കൊണ്ടുവന്ന് അവസാനം ഇവിടെ എത്തുമ്പോൾ, ഓക്കെ, ഈ പോയിന്റിൽ എത്തുമ്പോഴത്തേന് അതെന്താവും, റെസ്റ്റിലാവും. ഓക്കെ, എഗെയിൻ അപ്പോൾ ഇവിടെ വന്നപ്പം സേ ഈ പോയിന്റിനെ എ എന്ന് ഞാൻ വിളിക്കുന്നു, എയിലെത്തിയപ്പോൾ ഇത് റെസ്റ്റിലായി കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്ക് ആക്ട് ചെയ്യും. അത് കാരണം അതിനൊരു വെലോസിറ്റി കിട്ടും, വെലോസിറ്റി നേരെ മുകളിലേക്ക്. ആ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യാൻ തുടങ്ങും. അത് വീണ്ടും എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. ദെൻ അടുത്തത് ഈ പാർട്ടിക്കിൾ കർവ് ചെയ്ത് വീണ്ടും നേരെ താഴെ വരും, ഇവിടെ വന്ന് റെസ്റ്റിൽ വന്നാൽ സെയിം റെപ്പറ്റീഷൻ. സോ ദിസ് വിൽ മേക്ക് എ പാത്ത് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു പാത്തിലൂടെ ആയിരിക്കും എന്ത് സംഭവിക്കുക, ഇത് മൂവ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്, ഇതിനെ അനലിറ്റിക്കലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം ഇതിനെ നമുക്ക് അനലിറ്റിക്കലി ട്രീറ്റ് ചെയ്ത് ഇങ്ങനെയൊരു പാത്ത് കിട്ടും എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്, ജോമെട്രിക്കലി ആണ് പറഞ്ഞത്. സോ നമ്മൾ അനലിറ്റിക്കലി ഇതൊന്ന് ട്രീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അനലിറ്റിക്കലി ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എഴുതി പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുണ്ട്, നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്ന സുഖം ഉണ്ടാവില്ല, ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, ഒറിജിനിലേക്ക് നമ്മുടെ പാർട്ടിക്കിളിനെ കൊണ്ടുവിടുന്നു. ഓക്കെ, അപ്പോൾ ഇനി അനലിറ്റിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇനിഷ്യലി അപ്പം ഈ അനലിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രാഫും സാധനങ്ങളൊന്നും വേണ്ട, വെറും ഇക്വേഷൻസ് മാത്രം മതിയാവും. അപ്പം ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇനിഷ്യലി ഇതിൻ്റെ പൊസിഷൻ നമുക്കറിയാം 0 0 0 ആണ്. പിന്നീട് ഇത് മൂവ് ചെയ്യുന്നത് ഏത് പ്ലെയിനിലാണ്, ഇറ്റ് മൂവ്സ് അലോങ് എ YZ പ്ലെയിൻ. YZ പ്ലെയിനിലാണ് ഈ എൻറ്റയർ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ YZ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് YZ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ പൊസിഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം. സോ പൊസിഷൻ എപ്പോഴും എന്തായിരിക്കും, 0 സം y ഓഫ് ടി ആൻഡ് സം എക്സ് ഓഫ് ടി. ഓക്കെ, അതായത് y ഓഫ് ടി ആൻഡ് z ഓഫ് ടി. ഓക്കെ, അപ്പം ഇത് YZ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ട്രജക്ടറി എന്ന് പറയുന്നതിനകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, y ഓഫ് ടിയും z ഓഫ് ടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൻ്റെ എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കാം പൊസിഷൻ. അപ്പോൾ ഇതിലൂടെ മൂവ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഈ കാണുന്ന ട്രജക്ടറി ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് y ഓഫ് ടിയും z ഓഫ് ടിയും ഇനഫാണ്. ദർ ഇസ് നോ നീഡ് ഓഫ് ആൻ എക്സ് ഓഫ് ടി സിൻസ് ഇറ്റ് ഈസ് 0. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നൗ നമ്മൾ ഇത് പൊസിഷൻ ആണെങ്കിൽ ഇനി വെലോസിറ്റി അപ്പോൾ എന്തായിരിക്കും. സോ വെലോസിറ്റി v എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എക്സ് ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഇല്ല, സോ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി 0, ദെൻ y ഡയറക്ഷനിലെ വെലോസിറ്റി ലെറ്റ് ബി y ഡോട്ട് ആൻഡ് y ഡോട്ട് ഓഫ് ടി ആൻഡ് z ഡോട്ട് ഓഫ് ടി. ഇപ്പം ഡോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, അതായത് dy/dt ടൈം ഡെറിവേറ്റീവ് എവിടെയെങ്കിലും എടുത്താൽ നമ്മൾ എന്ത് കൊടുക്കും, ഡോട്ട് എന്ന് കൊടുക്കും. നിങ്ങൾ അടുത്ത സെമ്മിൽ ഇത് ഒരുപാട് കാണേണ്ടി വരും. ഓക്കെ, അതായത് ടൈം ഡെറിവേറ്റീവ്. ഇപ്പം സോ നമ്മൾ dx/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എക്സ് ഡോട്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ d²x/dt² നമ്മൾ എഴുതാറുണ്ട്, അതിന് പകരം നമ്മൾ എന്തെടുത്താൽ മതി, ഡബിൾ ഡോട്ട്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ട് ആയിരിക്കും, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡബിൾ ഡോട്ട് ആയിരിക്കും. ഇനി എക്സ് ട്രിപ്പിൾ ഡോട്ട് എവിടെയെങ്കിലും എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മെക്കാനിക്കലി ഡിഫൈൻ ചെയ്യുന്നില്ല, എക്സ് എന്ന് വേണമെന്നില്ല, എന്ത് ക്വാണ്ടിറ്റി ആയാലും എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ ടേക്ക് ദ ടൈം ഡെറിവേറ്റീവ്. ഓക്കെ, അങ്ങനെ ആ ടൈം ഡെറിവേറ്റീവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോസ് ഒരു ക്യൂ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം, ദാറ്റ് ഈസ് ക്യൂ ഡോട്ട്. ഓക്കെ, അപ്പം ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ടേക്ക് ദ ടൈം ഡെറിവേറ്റീവ്. ഇതിപ്പോൾ ചാർജ് ആണെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ ഡോട്ടാണ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് അപ്പോൾ dq/dt. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് ഇടുന്നത്. എപ്പോഴും ഈ dy/dt എഴുതുന്ന ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, കാരണം നമ്മൾ അടുത്ത സെമ്മിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ ഡോട്ടുകൾ ഡീൽ ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് വി. ഇനി നമ്മൾ ബി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഡയറക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി ഈസ് ഈക്വൽ ടു ബി ഏത് ഡയറക്ഷനിലായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തത്, ബി ഈസ് എലോങ് എക്സ് ഡയറക്ഷൻ, ഇ ഈസ് എലോങ് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ,
സോ ബി എക്സ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞാൽ ബി എ എനിക്ക് എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു സം ബി ഇൻറ്റു എക്സ് ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമുക്ക് എന്തായി? വെലോസിറ്റി ആയി, ബി ആയി. നൗ ലെറ്റ് us കാൽക്കുലേറ്റ് വി ക്രോസ് ബി. കാരണം വി ക്രോസ് ബി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദിസ് ഈസ് എക്സ് വൈ ഇസഡ്, എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് യൂണിറ്റ് വെക്ടേഴ്സ്. ഇനി വി ക്രോസ് ബി ആണ്, അപ്പോൾ വിയുടെ കമ്പോണൻസ് ഫസ്റ്റ് കമ്പോണൻറ്റ് 0, സെക്കൻഡ് കമ്പോണൻറ്റ് വൈ ഡോട്ട്, ദെൻ അടുത്തത് ഇസഡ് ഡോട്ട്, ദെൻ അടുത്തത് ബി, അടുത്തത് 0 0. ഇതൊന്ന് കമ്പ്യൂട്ട് ചെയ്തേ. dot y cap ബി ഇസഡ് ഡോട്ട് വൈ ക്യാപ്പ് minus by dot ബി വൈ ഡോട്ട് z cap. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ദ ഡയറക്ഷൻ അല്ലെങ്കിൽ വി ക്രോസ് ബിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എഫ് മാഗ്നറ്റിക് ഈസ് ഈക്വൽ ടു സം ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ദിസ്. സോ ആൻസർ എന്ത് കിട്ടും? ക്യൂ ഇൻറ്റു ബി ഇസഡ് ഡോട്ട് വൈ ക്യാപ്പ് മൈനസ് ബി വൈ ഡോട്ട് ഇസഡ് ക്യാപ്പ് എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ദ എഫ് മാഗ്നറ്റിക്. ഇനി ഇവിടെ എഫ് മാഗ്നറ്റിക് മാത്രമല്ലുള്ളത്, എന്തും കൂടെ ഉണ്ട്? എഫ് ഇലക്ട്രിക് ഗുണമുണ്ട്. എഫ് ഇലക്ട്രിക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് ക്യൂ ഇൻറ്റു ഇ ആണ്. സോറി, ഇവിടെ ക്യൂ ഇൻറ്റു ഇ ആണ്. അപ്പോൾ ഈ കേസിൽ ഇ എന്താണ്? ഇ ഈസ് ഈക്വൽ ടു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്, അതുകൊണ്ട് ഞാൻ അതിനെ ഇ ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്ന് വിളിക്കുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് അലോങ് ദ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ ക്യൂ ആണ്. സോ ദ ആൻസർ ഈസ് ക്യൂ ഇൻറ്റു ദാറ്റ് ഇസഡ് ക്യാപ്പ്, ക്യൂ ഇൻറ്റു ഇ ഇൻറ്റു സം ഇസഡ് ക്യാപ്പ്. ക്യൂ ഇ ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്നതാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ ദ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് നെറ്റ്. ദ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സം ക്യൂ ഇൻറ്റു, ഇതിനകത്തുനിന്ന് എല്ലാം ക്യൂ കോമൺ എടുക്കാം. ക്യൂ കോമൺ എടുത്തു കഴിഞ്ഞാൽ സം ബി ഇസഡ് ഡോട്ട് ഇൻറ്റു വൈ ക്യാപ്പ്, ഓക്കെ, പ്ലസ് ഇ ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ഇസഡ് ക്യാപ്പ് വേണമെങ്കിലും കോമൺ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ഇ മൈനസ് ബി വൈ ഡോട്ട് ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ വരെ കിട്ടിയോ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ ആ രണ്ട് കമ്പോണൻസിനെ സെപ്പറേറ്റ് എഴുതുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ഫോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യാം. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് എന്താണ്? നമ്മുടെ നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അല്ലെങ്കിൽ സിംപിളി എം ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് നെറ്റ് എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യണം. അപ്പം ആക്സിലറേഷനും എത്ര കമ്പോണൻ്റ് ഉണ്ടാവും? ആക്സിലറേഷൻ എന്ന് പറയുന്നതും ദർ വിൽ ബി എക്സ് കമ്പോണൻ്റ് ഉണ്ടാവും. ജനറലി എഴുതി കഴിഞ്ഞാൽ എ എക്സ് ഉണ്ട്, എ വൈ ഉണ്ട്, എ ഇസഡ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് എക്സ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് 0 ആയി പോകും. ഇനി എ വൈ ഉണ്ട്. എ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഡി ഇസഡ് എന്ന് അപ്പോൾ എ ഇസഡ് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി ടി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയറിന് എനിക്ക് എന്ത് എഴുതാം? വൈ ഡബിൾ ഡോട്ട് എന്ന് എഴുതാം. സോ ദിസ് ഈസ് 0 വൈ ഡബിൾ ഡോട്ട് ആൻഡ് ഇസഡ് ഡബിൾ ഡോട്ട്. ഓക്കെ, അപ്പം എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻറ്റു വൈ ഡബിൾ ഡോട്ട്, അത് ഏത് ഡയറക്ഷനിലായിരിക്കും? വൈ ക്യാപ്പ്. ഓക്കെ, കാരണം ഇത് നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ കമ്പോണൻറ്റ് വൈസ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ പ്ലസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആക്സലറേഷൻ വൈ ഡബിൾ ഡോട്ട് വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ഡബിൾ ഡോട്ട് ഇസഡ് ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വൈ ഡബിൾ ഡോട്ട് വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ഡബിൾ ഡോട്ട് ഇസഡ് ക്യാപ്പ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? നമ്മുടെ എഫ് നെറ്റ് എഴുതുക. എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു ബി ഇസഡ് ഡോട്ട് ഇൻറ്റു വൈ ക്യാപ്പ്.
y cap പ്ലസ് ഇ മൈനസ് ബി വൈ ഡോട്ട് ഇൻറ്റു ഇസഡ് ക്യാപ്. ഓക്കെ, ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് യു ജസ്റ്റ് ഇക്വേറ്റ് ദ കമ്പോണൻറ്റ്സ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ വൈ കമ്പോണൻസും വൈ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുക, ഇസഡ് കമ്പോണൻറ്റും ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, കമ്പോണൻറ്റ് വൈസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയെന്നൊന്ന് വായിക്കൂ. ഇക്വേറ്റ് ചെയ്യുമ്പം എം വൈ ഡബിൾ ഡോട്ട് is equal to QB Z dot. Okay. Then QE minus അടുത്തത് എം ഇസഡ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു M Z double dot is equal to QE minus QB Y dot. മൈനസ് ക്യൂ ബി വൈ ഡോട്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഇത് ആക്ച്വലി രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് അല്ലേ? കാരണം ഇതെന്താണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആണ്, ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി സെഡ് സ്ക്വയർ ആണ്. ഇവിടെ ഡി സെഡ് ബൈ ഡി ടി ഉണ്ട്, ഇവിടെ ഡി വൈ ബൈ ഡി ടി ഉണ്ട്. ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഇസഡ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി. ഇതാണ് നമ്മുടെ ജോബ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റ് വൈ ഡോട്ട് എന്നുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, വി ആർ കോളിങ് ഇറ്റ് ആസ് വി വൈ എന്നും. നമുക്കറിയാം വൈ ഡയറക്ഷനിലെ വെലോസിറ്റിയാണ്. ആൻഡ് ഇസഡ് ഡോട്ട് ഈസ് ഈക്വൽ ടു വി ഇസഡ് എന്നും വിളിക്കുന്നു. സോ ദ ഇക്വേഷൻ ബിക്കംസ്, അപ്പം വൈ ഡോട്ട് വി വൈ ആണെങ്കിൽ വി വൈ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ വൈ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വൈ ഡബിൾ ഡോട്ട് രണ്ട് പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക. സോ ദാറ്റ് വിൽ ബി വി വൈ ഡോട്ട്. വി വൈ ഡോട്ടിനെയാണ് വൈ ഡബിൾ ഡോട്ട് എന്ന് എനിക്ക് എഴുതാം. അതേപോലെ വി ഇസഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇസഡ് ഡബിൾ ഡോട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് ഇക്വേഷൻ ബിക്കംസ് എം ഇൻറ്റു വി വൈ ഡോട്ട് ഇസ് ഈക്വൽ ടു ക്യൂ ബി ഇൻറ്റു വി ഇസഡ് എന്ന് എനിക്ക് എഴുതാം. ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷനെ എനിക്ക് വീണ്ടും മാറ്റിയിട്ട് എം ഇൻറ്റു വി ഇസഡ് ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ഇ മൈനസ് ക്യൂ ബി ഇൻറ്റു വി വൈ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, സോ ദ ന്യൂ ടു ഇക്വേഷൻസ് ആർ ദിസ്. ഓക്കെ, പുതിയ രണ്ട് ഇക്വേഷൻസിലേക്ക് നമ്മൾ എത്തി. ഇനി നമ്മൾ ഈ ഇക്വേഷൻസിനെ ഒന്നുകൂടെ മോഡിഫൈ ആണ്, കാരണം ഇതിനെ വി വൈ ഡോട്ട് എന്നുള്ള ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ദിസ് ഇക്വേഷൻസ് ബിക്കംസ് വി വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു സം ക്യൂ ബി ബൈ എം ഇൻറ്റു വി ഇസഡ് എന്നും. നൗ വി ഇസഡ് ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ബൈ എം മൈനസ് ക്യൂ ബി ബൈ എം ഇൻറ്റു വി വൈ എന്നും എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആക്കി നമ്മളിതിനെ മാറ്റി. ഓക്കെ, വി സെഡ് ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ബൈ എം ക്യൂ, ഓക്കെ, വി വൈ, ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു സോൾവ് ദീസ് ടു ഇക്വേഷൻസ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, this is vz, നമുക്ക് വി വൈ, ഇവിടെ ഒരു വി വൈ ഉണ്ട് അല്ലേ? സോ ഇവിടെ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ടേക്കിംഗ് വി വൈ ഡബിൾ ഡോട്ട്. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ്റെ ഒരു ടൈം ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ഇതിനെ ഞാൻ ഇക്വേഷൻ നമുക്ക് വീണ്ടും വേണ്ടി വരും. സോ ലെറ്റ് ഇറ്റ് ബി എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, വി ആർ കാൽക്കുലേറ്റിംഗ് എ ഡോട്ട്. ഇക്വേഷനെ ഒന്ന് മൊത്തത്തിൽ ടൈം ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്ത് വരും, ദാറ്റ് ബിക്കംസ് വി വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ബി എം എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ഇറ്റ് ഈസ് ക്യൂ ബി ബൈ എം ഇൻറ്റു വി ഇസഡ് ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, ദെയർഫോർ വി ഇസഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഇസഡ് ഡോട്ട് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം ഇൻറ്റു വി ഇസഡ് ഡോട്ട് എന്ന് കിട്ടി. സോ വി വൈ ഡബിൾ ഡോട്ട് വി ഇസഡ് ഡോട്ട് ഈസ് ഈക്വൽ ടു എം ബൈ ക്യൂ ബി ഇൻറ്റു വി വൈ ഡബിൾ ഡോട്ട് എന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കിട്ടിയ ഇക്വേഷൻ, അതായത് വി ഇസഡ് ഡോട്ടിന് പകരം എനിക്ക് എന്ത് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു എം ബൈ ക്യൂ ബി ഇൻറ്റു വി വൈ ഡബിൾ ഡോട്ട് എന്ന് കിട്ടി. ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ബാക്ക് ടു ദിസ് ഇക്വേഷൻ. അപ്പം ഇവിടെ വി ഇസഡ് ഡോട്ടിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താവും എൻ്റെ ഇക്വേഷൻ, എം ബൈ ക്യൂ ബി ഇൻറ്റു വി വൈ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു, സോ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഓവർ, കഴിഞ്ഞു, ഇൻറ്റു ക്യൂ ഇ ബൈ എം മൈനസ് ക്യൂ ബി ബൈ എം ഇൻറ്റു വി വൈ എന്ന് കിട്ടി. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ ക്യൂ ബി ബൈ എമ്മിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതെന്താവും, വി വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം ഇൻറ്റു, ഓക്കെ, ക്യൂ ഇ ബൈ എം മൈനസ് ക്യൂ ബി ബൈ എം ഇൻറ്റു വി വൈ എന്നാക്കി മാറ്റാം. ഓക്കെ, ഇത് ആക്ച്വലി ഗ്രിഫിത്തിനകത്ത് ഇത് സോൾവ് ചെയ്തിട്ടില്ല. ഗ്രിഫിത്തിനകത്ത് ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഈ ഏതാണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്തിയതിന് ശേഷം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷനാണ് തന്നിരിക്കുന്നത്. നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സോ വി വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം. ഓക്കെ, നൗ വി വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിനകത്ത് രണ്ടിനകത്തൊന്നും ഇവിടെ നിന്നൊരു ക്യൂ ബി ബൈ എം കോമൺ എടുക്കുകയാണ്, ഇവിടെ നിന്നും ഞാനൊരു ക്യൂ ബി ബൈ എമ്മിന് കോമൺ എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും, ഓൾറെഡി ഒരു ക്യൂ ബി ബൈ എം ഇവിടെ ഉണ്ട്, ദെൻ ഐ ആം ടേക്കിംഗ് എ ക്യൂ ബി ബൈ എം ഫ്രം ഹിയർ. അപ്പോൾ ഇതെന്താവും, ഇവിടെ ഒരു അഡീഷണൽ ഡിനോമിനേറ്ററിലൊരു ക്യൂ ബൈ എം എടുത്ത് ഒരു ബിയും കൂടെ കൊടുക്കണം. ദെയർഫോർ ഇ ബൈ ബി മൈനസ് വി വൈ എന്നാവും. ഓക്കെ, സോ ദിസ് ബിക്കംസ് വി വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ ബൈ ബി മൈനസ് വി വൈ എന്നാവും. സ്റ്റെപ്പ് കൂടെ എഴുതി പോണേ, ഓരോന്ന് സ്റ്റെപ്പ് പറഞ്ഞു കഴിയുമ്പോൾ എഴുതിയാൽ മതി എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ക്യൂ ബി ബൈ എമ്മിന് ഐ എം ഗിവിങ് എ സബ്സ്റ്റിറ്റ്യൂഷൻ, ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം എന്നും ഇ ബൈ ബി മൈനസ് വി വൈ എക്ക് യു എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിന് യു എന്ന് കൊടുക്കുമ്പം വി ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് എടുത്താൽ ഇതെന്താവും, മൈനസ് വി വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു യു ഡോട്ട് ആൻഡ് മൈനസ് വി വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു യു ഡബിൾ ഡോട്ട്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് വി വൈ ഡബിൾ ഡോട്ട് ഐ ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് യു ഡബിൾ ഡോട്ട്. ഓക്കെ, അതായത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ വേരിയബിൾസ് എല്ലാം മാറ്റുന്നു. ഓക്കെ, സോ വി വൈ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് മൈനസ് യു ഡബിൾ ഡോട്ട്. സോ മൈനസ് യു ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എമ്മിന് ആൽഫ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് ആൽഫ സ്ക്വയർ ഇൻറ്റു ഇ ബൈ മൈനസ് വി വൈ എന്ന് പറയുന്നത് യു ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെ ഒന്ന് ഈ രണ്ട് ഇക്വേഷനുകൾ ഒന്നിനെ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ ബിക്കംസ് യു ഡബിൾ ഡോട്ട് പ്ലസ് ആൽഫ സ്ക്വയർ യു ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ഇക്വേഷനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാം, ഡി സ്ക്വയർ യു ബൈ ഡി ടി സ്ക്വയർ എന്ന് വെച്ചാൽ യു ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഡി സ്ക്വയർ യു ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സം കോൺസ്റ്റൻറ്റ്, ഓക്കെ, ഒമേഗ സ്ക്വയർ യു ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡി സ്ക്വയർ എക്സ്, കുറച്ചുകൂടെ ഫെമിലിയർ ഫോം ഇതായിരിക്കും, ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷനാണ്. അപ്പം ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ആ കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എന്തിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവന്നു, മേഡ് ഇറ്റ് ഇൻ ടു ദ ഫോം ഓഫ് എൻ എസ് എച്ച് എം, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ദ ഒമേഗ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ആയിരിക്കും എന്നെനിക്ക് പറയാം. അപ്പം ആൽഫയ്ക്ക് പകരം ക്യൂ ബി ബൈ എം എന്ന്, അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു ആൽഫ ഓർ ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം. ഓക്കെ, സോ ഒമേഗ ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം എന്നെനിക്ക്. ഓക്കെ, ഇപ്പോഴും ഇതിൻ്റെ സൊല്യൂഷൻ ആയില്ല, നമുക്ക് ഇതൊരു എസ് എച്ച് എമ്മിൻ്റെ ഫോമിലേക്ക് മാറ്റി ഒമേഗ ഡിഫൈൻ ചെയ്തേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു സം C1 കോസ് ഒമേഗ ടി പ്ലസ് C2 സൈൻ ഒമേഗ ടി എന്നാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ,
ഇനി യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ബൈ ബി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് വി വൈ ഇസ് ഈക്വൽ ടു സി വൺ കോസ് ഒമേഗ ടി പ്ലസ് സി ടു സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? വി ക്യാൻ ടേക്ക് ദ ഇനിഷ്യൽ കണ്ടീഷൻസ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് സി വൺ ആൻഡ് സി ടു. അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0, വി എന്താണ്? 0 ആണ്. വി 0 എന്ന് പറഞ്ഞാൽ വി വൈ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഇതിനകത്ത് ടി ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വൈ എന്തായി? 0 ആയി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് റിമൈൻ ചെയ്യും? ഇ ബൈ ബി ഇസ് ഈക്വൽ ടു, ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ ടി ടൈം പോയി, ദെൻ കോസ് ഒമേഗ ടി ദാറ്റ് ഈസ് കോസ് 0 1, അപ്പോൾ C1 എന്ന് കിട്ടും. സോ C1 ഈസ് ഈക്വൽ ടു ഇ ബൈ ബി. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ഈ C2 കണ്ടുപിടിക്കണം. C2 കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ദ ആക്സലറേഷൻ ഈസ് ഓൾസോ 0. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ 0 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? വി വൈ ഡോട്ടിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. ഇ ബൈ ബി പോയി മൈനസ് വി വൈ എന്ന് പറയുന്നത് എ വൈ ആവും. സോ ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു, അല്ല വേണ്ട, ഞാൻ അതിനെ മൈനസ് എ വൈ എന്ന് തന്നെ എഴുതാം. മൈനസ് എ വൈ ഈസ് ഈക്വൽ ടു ഇത് C1 കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് C2 കോസ് ഒമേഗ ടി. ഓക്കെ, ഇനി ഇനിഷ്യൽ കണ്ടീഷൻ എ ഈസ് ഈക്വൽ ടു 0, സൈൻ ഒമേഗ ടി ഈ ടൈം 0 പ്ലസ് C2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് C2 ഈക്വൽ ടു 0. So we got the solution. So E by B minus Vy is equal to E by B cos omega t എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു? ഇതിനെ ഒന്ന് Vy is equal to എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ ഈസ് ദാറ്റ് ഈസ് Vy is equal to എന്ത് വരും? ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പം മൈനസ്, സോ plus, that is E by B minus E by B cos omega t, or we can take E by B common, so E by B into 1 minus cos omega t. Okay, so this is the value of Vy എന്ന് പറഞ്ഞാൽ പക്ഷേ ആക്ച്വലി എന്താണ്? ദാറ്റ് ഈസ് y ഡോട്ട് ഓർ dy by dt എന്ന് ഞാൻ എഴുതുന്നു. സോ dy by dt ഈസ് ഈക്വൽ ടു E by B into 1 minus cos omega t. ഇനി y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദെർഫോർ dy ഈസ് ഈക്വൽ ടു E by B into 1 minus cos omega t into dt. So integrating on both sides we get y is equal to E by B into t minus cos omega t ഇടത് sin omega t by omega plus another constant C1. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പം ഇനിഷ്യലി അതിൻ്റെ പൊസിഷൻ നമ്മൾ ടി ഈസ് ഈക്വൽ ടു 0 അത് എവിടെ ആയിരുന്നു? ഒറിജിനലായിരുന്നു. സോ y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് ടിക്ക് 0 കൊടുക്കുമ്പം ഇത് പോയി. സോ C1 വൈയും എന്താവും? 0 ആവും. ദാറ്റ് മീൻസ് C1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഒമേഗ ഇങ്ങനെ കോമൺ എടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? y ഈസ് ഈക്വൽ ടു E by B ഒമേഗ. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ഒമേഗ ഇട്ട് കൊടുക്കണം. സോ ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. സോ വി ഹാവ് സോൾവ് വൈ. സിമിലർലി, നോട്ട് സിമിലർലി, ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഇത്രയും പാടല്ല, ഇതിലും എളുപ്പമാണ് ഇസഡും കൂടെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പം y ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ സം കോൺസ്റ്റൻറ്റ് ഇൻ ടു ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി ഫോമിലേക്ക് നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഇത്രയും നിങ്ങൾക്ക് കിട്ടിയോ? ഇത് കുറച്ച് ലോങ് ആണ്, കാര്യം ആക്കണ്ട. അതൊരു നിങ്ങളെന്തായാലും ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ പഠിക്കുന്നതാണ്, നിങ്ങൾക്കിത് ചെയ്തുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അടുത്ത പാർട്ട് സോൾവ് ചെയ്യാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഇസഡിനകത്തുനിന്ന് വി ഇസഡിൻ്റെ എക്സ്പ്രഷനകത്തുനിന്ന് ഇസഡ് ഓഫ് ടി, ഇത് y ഓഫ് ടി ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി നമ്മൾ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഇത്രയും വരെ പോകണമെന്നില്ല.
ഡിപ്പെൻസ്. പക്ഷേ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. നമ്മൾ നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനെ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ അല്ലെങ്കിൽ എം ഇൻറ്റു എ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ഫൈനലി ഒരു വൈ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. സിമിലർലി എക്സ് ഓഫ് ടി, ഈ കേസിൽ എക്സ് ഓഫ് ടി 0 ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇസഡ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജനറലി എനിക്ക് എന്ത് പറയാം, ദിസ് ഈസ് ആർ ഓഫ് ടി. അപ്പം ഇങ്ങനൊരു ആർ ഓഫ് ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അതിനുള്ളൊരു ഉപകരണമാണ്, ഒരു ടൂളാണ് എന്ത്, നമ്മുടെ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ എഴുതുന്നു. വി വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം ഇൻറ്റു വി ഇസഡ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ വി ഇസഡ് ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ബൈ എം മൈനസ് ക്യൂ ബി ബൈ എം ഇൻറ്റു വി വൈ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, നൗ കുറച്ച് ചെയ്യാനുണ്ട്, ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് നമുക്ക് വി സെഡ് എഴുതാം. വി സെഡ് ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എം ഡിവൈഡഡ് ബൈ ക്യൂ ബി ഇൻറ്റു വി വൈ ഡോട്ട് എന്ന് എനിക്ക് എഴുതാം. നൗ വി വൈ dot. Okay, therefore v z is equal to m by qb into vy dot എന്നാണ് നമ്മുടെ ഇക്വേഷൻ. സോ വാട്ട് ഈസ് വി വൈ ഡോട്ട്? ഓക്കെ, അപ്പോൾ വി വൈ ഡോട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വി വൈ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വി വൈ. വി വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. ഈ വി വൈയെ എടുത്തിട്ട് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, നമ്മുടെ ഒരു വി സെഡിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് ഇക്വേഷൻ. ഈ അല്ലെങ്കിൽ വി സെഡ് ഉള്ള ഇക്വേഷൻ ഇതാണ്. ഇവിടെ വി സെഡ് ഡോട്ടാണുള്ളത്, നമ്മൾ അതെടുക്കേണ്ട. ഇവിടെ വി സെഡ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാം, വി വൈ ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി വൈ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് വി വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, ദാറ്റ് വി വൈ ഈസ് ഇ ബൈ ബി 1 ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. ദാറ്റ് ഈസ് ഇ ബൈ ബി into 1 minus cos omega t. Therefore നമുക്ക് ഇനി എന്ത് ചെയ്യാം, വൈ ഡോട്ടിന് പകരം വി വൈ ഡോട്ടാണ് ഇവിടെ വരേണ്ടത്. സോ വി വൈ ഡോട്ടിന് പകരം ഇതിൻ്റെ ഡോട്ട് എടുക്കുക. സോ വി വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ഇൻറ്റു കോസ് ഒമേഗ ടി. സോ ദാറ്റ് ഈസ് മൈനസ് സൈൻ ഒമേഗ ടി. സോ ആ മൈനസും കൂടെ ചേർന്നിട്ട് ദിസ് ബിക്കം സൈൻ ഒമേഗ ടി. ദെർഫോർ വി സെഡ് ഈസ് ഈക്വൽ ടു എം ബൈ ക്യൂ ബി ഇൻറ്റു ഇ ബൈ ബി സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, സോ വി ഗോട്ട് സം. സർ, ഒരു ഒമേഗ കൂടി മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഒരു ഒമേഗ കൂടി വരും. ശരി, ഓക്കെ, ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കി കിട്ടുമോ അറിയില്ല, എനിക്ക് ഇവിടെ ഒരു ഡൗട്ടുണ്ട്. സോ എനിവേ ഇത് വി സെഡ് ഈസ് ഈക്വൽ ടു ഫോമിലാണ്. അപ്പം വി സെഡിന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഡി സെഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, ഇതിനെയൊക്കെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം, അത് നമുക്ക് പിന്നെ ചെയ്യാം. എം ബൈ ക്യൂ ബി ഇൻറ്റു മേളിൽ ഇ ഒമേഗ, ഇത് ബി സ്ക്വയർ ആവും അല്ലേ, അത് അതേപോലെ കിടന്നോട്ടെ, ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. സോ ഇസഡ് ഈസ് ഈക്വൽ ടു ഡി ടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എം ഇ ഒമേഗ ബൈ ക്യൂ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് സം minus cos omega t. Okay, so minus cos omega t by omega. Okay, plus some constant c1 എന്ന് എനിക്ക് കിട്ടും. സോ ഒമേഗ ആൻഡ് ഒമേഗ ഗെറ്റ് ക്യാൻസൽഡ്, ഇത് മൾട്ടിപ്ലൈ ആണേ. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് എം ഇ ബൈ ക്യൂ ബി സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് C1 എന്ന് കിട്ടി. ഇനി നമ്മൾ വീണ്ടും ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് C1 ഇവാലുവേറ്റ് ചെയ്യണം. സോ C1 ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, അറ്റ് ടി ഈക്വൽ ടു 0 ഇസഡ് ഈക്വൽ ടു 0. ഫോർ 0 ഈസ് ഈക്വൽ ടു, ഇത് cos 0 1 ആവും, ദറ്റ് ഈസ് മൈനസ് എം ഇ ബൈ ക്യൂ ബി സ്ക്വയർ, ഇത് 1 പ്ലസ് C1 എന്ന് കിട്ടും. ദെർഫോർ C1 ഈസ് ഈക്വൽ ടു എം ഇ ഡിവൈഡഡ് ബൈ ക്യൂ ബി സ്ക്വയർ എന്ന് കിട്ടും. സോ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും, z ഈസ് ഈക്വൽ ടു
minus me divided by qb square into cos omega t plus me by qb square കിട്ടും. സോ എനിക്ക് me by qb square ഇനി കോമൺ എടുത്തു കഴിഞ്ഞാൽ me by qb square കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? I get 1 minus cos omega t. ഓക്കെ, ഇനി me by ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. സോ ദ വാല്യൂ ഓഫ് ഒമേഗ എന്തായിരുന്നു? സോ ഒമേഗ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഒമേഗ ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം ആണ് അല്ലേ? സോ ഒമേഗ ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ക്യൂ ബി ബൈ എം ഉണ്ട്. സോ ദിസ് ഈസ് ഇ ബൈ ഒമേഗ ഇൻറ്റു ബി എന്നെനിക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് അപ്പം ഇത് കൊടുക്കുമ്പോൾ ക്യൂ ബി സ്ക്വയർ എം മേളിൽ പോവും, കറക്റ്റാണ്, ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. സോ വി ഗോട്ട് ദ വാല്യൂ ഓഫ് ഇസഡ്. ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ്ലി ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. വി ഗോട്ട് ദ വാല്യൂ ഓഫ് വൈ ഇസഡ് ആൻഡ് വാല്യൂ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ഒമേഗ ബി ഇൻറ്റു ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഓൾറെഡി തന്നെ ഈ y എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറി സൈക്ലോയിഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് മോഷനാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് പോട്ടെ, നമ്മൾ അങ്ങനെ ഒരു ജനറൽ ഫോം പഠിച്ചിട്ടില്ല. എനിവേ നിങ്ങളൊരു കാര്യം നോക്കിയാൽ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. വി ക്യാൻ ഡു സംതിങ്. എന്താണ് ഇവിടെ നിന്ന് ഈ ഇക്വേഷനെ ലെറ്റ്സ് കോൾ ഇ ബൈ ഒമേഗ ബി എ സം ആർ എന്ന് വിളിക്കാം. അപ്പം ആർ എന്ന് വിളിക്കുമ്പോൾ ഇത് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി, വൈ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. എന്നിട്ട് ഈ ആറ് നിങ്ങൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം എന്താവും? ആർ കോസ് ഒമേഗ ടി ആവും, ഈ ടൈം ആർ സൈൻ ഒമേഗ ടി ആവും. ദെൻ ഈ രണ്ട് ഇക്വേഷനകത്തുനിന്നും ആ രണ്ട് ഇക്വേഷനെ എങ്ങനെ ആക്കുക? ആർ കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സംതിങ് എന്നാക്കുക, ആർ സൈൻ ഒമേഗ ടി എന്ന് ഈസ് ഈക്വൽ ടു, അതായത് ഈ ആർ കോസ് ഒമേഗ ടിയെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാ അപ്പുറത്ത് കൊണ്ടുപോകാം, ആർ സൈൻ ഒമേഗ ടി ഇവിടെ നിർത്തിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പം രണ്ട് ഇക്വേഷൻ ഈ രീതിയിലേക്ക് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഈ രണ്ട് ഇക്വേഷനെ കൂടെ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താവും? ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സംതിങ് എന്നുള്ളൊരു ഫോമിലേക്ക് ഇക്വേഷനെ മാറ്റാം. ഓക്കെ, അത് പെട്ടെന്നൊന്ന് ചെയ്തേ. മെനക്കാട്ടി സ്പീഡ് ചെയ്തോ, ഞാനും എൻ്റെ കൂടെ എഴുതി പോവാം. സോ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഇസഡ് ഈസ് ഈക്വൽ ടു സം ആർ ടു 1 മൈനസ് കോസ് ഒമേഗ ടി, വൈ ഈസ് ഈക്വൽ ടു ആർ ടു ഒമേഗ ടി മൈനസ്. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? ആർ കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. So therefore r cos omega t is equal to z minus z cos y minus r minus z. Yes, r minus z. അതേപോലെ r sin omega t is equal to അല്ല ഇത് ഇറ്റ് ഈസ് ആർ ഒമേഗ ടി മൈനസ് വൈ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സം ആർ മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ ഒമേഗ ടി മൈനസ് വൈ ഹോൾ സ്ക്വയർ വരും. സോ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുന്നു, ഒന്നുമില്ല, ഇത് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് തിരിച്ചിട്ടാലും സെയിം ആണ്. സോ വൈ മൈനസ് ആർ ഒമേഗ ടി ഹോൾ സ്ക്വയർ പ്ലസ് ആർ ഇസഡ് മൈനസ് ആർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, സോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം സം എക്സ് മൈനസ് എക്സ് സീറോ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ സീറോ the whole square is equal to r square എന്ന് എനിക്ക് കിട്ടും. So we got an equation
ഫോർ എ സർക്കിൾ. ഓക്കെ, അപ്പം പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം എന്താണ് അത്. അപ്പോൾ ഇതിനകത്തുനിന്ന് x0 y0 എന്ന് പറയുന്നതാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ XYക്ക് പകരം YZ പ്ലെയിനിലെ സർക്കിളാണെന്നേ ഉള്ളൂ. സോ സെൻറ്റർ എന്താണ്? റേഡിയസ് R ആണ്. R ഈസ് ഈക്വൽ ടു E/B ഒമേഗ റേഡിയസ് ഉള്ള ഒരു സർക്കിള് വിത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഒമേഗയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ R എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റേഡിയസ് ആണ്. നൗ വാട്ട് ഈസ് ദ സെൻറ്റർ? ദ സെൻറ്റർ ഈസ് സെൻറ്റർ എന്ന് പറയുന്നത് R ഒമേഗ ടി. നമുക്ക് എക്സ് ആക്സിസും കൂടെ എടുത്തു കഴിഞ്ഞാൽ 0 ആണ് ഒരു പോയിൻ്റ്. ദെൻ R ഒമേഗ ടി, ദെൻ സെൻറ്റർ ഈസ് ഇസഡ് ഡയറക്ഷനിലെ സെൻറ്റർ എന്ന് പറയുമ്പോൾ R. ഓക്കെ, സോ വി ഗോട്ട് സംതിങ് ലൈക്ക് ദിസ്. R ഒമേഗ ടി R സെൻറ്ററായിട്ട് വരുന്ന YZ പ്ലെയിനിലെ സർക്കിൾ എന്നാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ സർക്കിളിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ സർക്കിളിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് വേരിയിങ് ആണ് അല്ലേ? ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ആക്സിസ്. അതായത് Y ഡയറക്ഷനിലെ സെൻറ്റർ എന്ത് ചെയ്യാണ്? ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ലെറ്റ് ദിസ് ഈസ് മൈ അപ്പം ഇസഡ് ഡയറക്ഷനും ഇത് Y ഡയറക്ഷനുമാണ്. അപ്പം ആദ്യം ഞാൻ ആ സർക്കിളിനെ ഇങ്ങനെ വരയ്ക്കുന്നു. ലെറ്റ് ഇറ്റ്സ് റേഡിയസ് ബി R. ഓക്കെ, അപ്പം R ഒമേഗ ടി. അപ്പോൾ ടൈം t ഈസ് ഈക്വൽ ടു 0 ഇതാണ് സെൻറ്റർ. കുറച്ച് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇതിൻ്റെ സെൻറ്റർ ഇങ്ങോട്ട് മാറും. ഓക്കെ, ദെൻ സെൻറ്റർ ഇങ്ങോട്ട് മാറും. ആക്ച്വലി ഈ സർക്കിൾ എന്ത് ചെയ്യാണ്? സർക്കിൾ ഈസ് മൂവിങ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സർക്കിൾ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ സർക്കിളിലെ ഒരു പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ഇസഡ് ഡയറക്ഷനിലെ സെൻറ്റർ ഏതാണ്? ഓക്കെ, ഞാൻ ഈ സെൻറ്റർ ഒന്നുകൂടെ വരയ്ക്കാം കൃത്യമായിട്ട്. ഒരു സെക്കൻഡ്, ഷേപ്പ് എടുത്ത് തന്നെ വരയ്ക്കാം. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പം എനിക്ക് ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിനെ ഞാൻ എവിടെ കൊണ്ട് വെക്കണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പം സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഒന്ന് എക്സ് ഡയറക്ഷനിൽ 0 ആണ്, നമ്മളത് നോക്കുന്നില്ല. ഇസഡ് ഡയറക്ഷനിൽ നോക്കുമ്പം R ആണ് സെൻറ്റർ. സർക്കിളിൻ്റെ റേഡിയസ് ഇറ്റ് സെൽഫ് R ആണ്. അപ്പോൾ അതെങ്ങനെ വരും? ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ആൻഡ് അറ്റ് t ഈസ് ഈക്വൽ ടു 0 അതിങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇസഡ് ഡയറക്ഷനിലെ സെൻറ്റർ മാറുന്നതേ ഇല്ല. അതെന്ത് ചെയ്യുന്നു? സം കൺട്രോൾ V. സോ അതേപോലെ ഇങ്ങോട്ട് നീങ്ങി ഇവിടെ വരും. ഓക്കെ, ദെൻ ലേറ്റർ ടൈമിൽ ആ സർക്കിൾ വീണ്ടും ഇവിടെ വരും, ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതാണ് ആക്ച്വലി ആ സർക്കിളിൻ്റെ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ആക്ച്വലി സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ആ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് എന്ന്. പാർട്ടിക്കിൾ ഫസ്റ്റ് ഇവിടെയായിരുന്നു. ദെൻ ലേറ്റർ ആ പോയിൻ്റ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. ദെൻ ഇത് ഞാനൊരു ഇമേജ് കാണിച്ചു തരാം. സോ ഇതായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. നൗ യു ക്യാൻ സീ, കണ്ടോ? അതായത് ആ സർക്കിൾ ആക്ച്വലി മൂവ് ചെയ്ത് പോവാണ്. ആ സർക്കിളിലെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് മേക്ക് ചെയ്യുന്ന ട്രജക്ടറി നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിൽ ആലോചിച്ചാൽ മതി. ഒരു സൈക്കിളിൻ്റെ ടയർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആ സൈക്കിളിൻ്റെ ടയർ 0.25. ആ സൈക്കിളിൻ്റെ ടയർ എന്ത് ചെയ്യുന്നു? ആ ടയറിലെ ഒരു പോയിൻ്റ് മൂവ് ചെയ്യുന്നത് എക്സാക്ട്ലി ഈ പാത്തായിരിക്കും. കണ്ടോ? ദിസ് ഈസ് ഇറ്റ്. ആക്ച്വലി നമ്മൾ ആദ്യം കിട്ടിയ y ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒമേഗ ടി എന്നെഴുതിയ ആ സാധനം എക്സാക്ട്ലി ഇതാണ്. ഓക്കെ, ആ ഇക്വേഷൻ കണ്ടാൽ തന്നെ ആക്ച്വലി സൈക്ലോയിഡ് ഫോമിലുള്ള മോഷൻ്റെ ഇക്വേഷനാണത്. സോ അവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ആ മൂവ്മെൻ്റാണ് ആക്ച്വലി എന്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നമ്മൾ എന്താണ് ജോമെട്രിക്കലി മനസ്സിലാക്കിയ ഈ മോഷൻ. ഓക്കെ, സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങളൊരു ചാർജിനെ റെസ്റ്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് ഇൻ എ സൈക്ലോയിഡ് ട്രജക്ടറി. ഇത്രയും പറയാനാണ് നമ്മൾ ഈ ഡെറിവേഷൻ പഠിച്ചത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് കുറച്ചധികം നീണ്ടുപോയിട്ടുണ്ട്.